നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. അപ്പോൾ നമ്മുടെ ലൈവ് പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് വയോധികർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരായ ബോധവൽക്കരണ ദിനമാണ്, ജൂൺ 15. അപ്പോൾ എന്നോടൊപ്പം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ആയിട്ട് അഡ്വക്കേറ്റ് MS രാജേഷ് ഉണ്ട്. അത് കണക്ക് തന്നെ ശ്രീ രഞ്ജിത്ത് എസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. റേഡിയോ ബെൻസിഗറിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ വിനയ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് MS രാജേഷ്. എന്നോടൊപ്പം പുനലൂർ മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ ശ്രീ രഞ്ജിത്ത് ഉണ്ട്. അതുപോലെ തന്നെ റേഡിയോ ബെൻസിഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ ബോണി, അദ്ദേഹവും നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മള് ഇതൊരു ലൈവ് ഫോണിൻ പ്രോഗ്രാമാണ്, തത്സമയ ഫോണിൻ പരിപാടിയാണ്. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ ഞാനൊന്ന് പറയാണ്, 0474293111. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. അപ്പോൾ ഫ്രാൻസ് എന്ന വയോധികരുടെ കാര്യങ്ങളാണ്. അപ്പോൾ സീനിയർ സിറ്റിസൺസ്, അപ്പോൾ നമ്മുടെ ജനസംഖ്യയിലെ എനിക്ക് തോന്നുന്നു 2036 ആകുമ്പോൾ ഏകദേശം 26% പേരും അല്ലെ ഒരു വർധനവ് വയോധികരുടെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ കുട്ടികൾ ജനിക്കുന്നത് കുറയുകയും മരണനിരക്ക് കുറയുകയും വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എന്താ പറയാ യുവജനങ്ങൾ കുറഞ്ഞു വരുന്ന അവസ്ഥയും പ്രായം ചെന്നവർ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ വയോധികർ കൂടി വരുന്നു. അപ്പോൾ അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ കൂടി വരുന്ന ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് സാമൂഹികവും മാനസികവും ശാരീരികവുമായിട്ടൊക്കെ ഒട്ടേറെ പ്രശ്നങ്ങൾ. നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കുടുംബത്തിൽ പല പ്രശ്നങ്ങളും എനിക്കൊന്ന് വയോധികർ നേരിടുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സ്വത്ത് തർക്കമായിരിക്കാം, പലതും അവരുടെ സ്വത്തുക്കൾ ചിലപ്പോൾ അപഹരിക്കാൻ ശ്രമിക്കുന്ന മക്കളുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ്, ആരെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്? ബോണി, ഇതിനകത്ത് നമ്മുടെ നിയമം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ സ്നേഹം, കരുതൽ, സംരക്ഷണം, സുരക്ഷിതത്വം, ഈ കാര്യങ്ങൾ ഈ മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കും കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിന് ഒരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് 2007 നമ്മുടെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007 അപ്രകാരം ഒരു പുതിയ നിയമം നമ്മൾ നിലവിൽ കൊണ്ടുവന്നു. അതിനു മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പല നിയമങ്ങളും നിലനിന്നിരുന്നു. എന്നാൽ ആ നിയമങ്ങളെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് 2007 ഒരു പുതിയ സംവിധാനം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി. അതിന്റെ പ്രയോജനം ഇപ്പോ ബോണി നേരത്തെ ചോദിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഈ വയോജനങ്ങൾ, മാതാപിതാക്കൾ, അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ, അവരൊക്കെ കടുത്ത അവഗണന നേരിടുന്നുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോ അണുകുടുംബമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് നമ്മൾ അണുകുടുംബ സംവിധാനത്തിലേക്ക് വന്നപ്പോൾ മക്കൾക്ക് അച്ഛനമ്മമാരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് ഒരു പരിധി വിട്ട് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമായി പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം സംജാതമായപ്പോഴാണ് നമ്മുടെ ഭരണകർത്താക്കൾ ഇത്തരത്തിൽ ഒരു നിയമത്തിനെ കുറിച്ച് ആലോചിച്ചത്. 2007 ഇത് നടപ്പിൽ വന്നു. ഇതിനകത്ത് പ്രധാനമായിട്ടും ആർക്കാണ് ഈ നിയമം കൊണ്ട് പ്രയോജനം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറയുവാനുള്ളത് മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും ഈ നിയമത്തിന്റെ പ്രയോജനം ലഭിക്കും. അപ്പൊ മാതാവ്, പിതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ പപ്പ, മമ്മി, അല്ലെങ്കിൽ ഉമ്മ, വാപ്പ എന്നീ ആളുകൾ മാത്രമാണ്. പക്ഷേ ഈ നിയമം കൊണ്ട് അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ഛനെയും അമ്മയെയും മാത്രമല്ല, അവരുടെ അച്ഛനും അമ്മയും, അതായത് അപ്പൂപ്പനും അമ്മൂമ്മയും, അവരുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരും, അതായത് മുതുമുത്തച്ഛനും മുതുമുത്തശ്ശിയും ഉൾപ്പെടെയുള്ള ആളുകളെയാണ് മാതാപിതാക്കൾ എന്നതുകൊണ്ട് ഈ നിയമം വിവക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മക്കളാണല്ലോ സംരക്ഷിക്കേണ്ടത്. ആ മക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മകൻ, മകൾ എന്നുള്ളത് മാത്രമല്ല, കൊച്ചുമക്കളും അവരുടെ മക്കളും, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ എന്നിവരൊക്കെ ഈ നിയമം അനുശാസിക്കുന്ന മകൻ, മകൾ എന്നിവരുടെ പരിധിയിൽ വരുന്നുണ്ട്. അപ്പൊ മാതാപിതാക്കൾക്ക് അവരെ നിയമപ്രകാരം സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള മക്കളുടെ ഭാഗത്തു നിന്ന്, മക്കൾ മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല, ബന്ധുക്കൾ എന്നുകൂടി നിയമത്തിൽ പറയുന്നുണ്ട്. ആരാണ് ഒരു ബന്ധു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിയമം അനുശാസിക്കുന്ന ബന്ധു എന്ന് പറയുന്നത്
ഈ നിയമം അനുശാസിക്കുന്ന ബന്ധു എന്ന് പറയുന്നത് ഈ മാതാവിന്റെയോ പിതാവിന്റെയോ മുതിർന്ന പൗരന്റെയോ സ്വത്ത് കൈവശം വച്ച് അനുഭവിക്കുന്ന ആളോ അല്ലെങ്കിൽ ഭാവിയിൽ ഈ സ്വത്ത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാക്കാൻ പോകുന്നയാളോ ബന്ധു എന്നതിന്റെ പരിധിയിൽ നിൽക്കും. അപ്പൊ മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും മക്കൾക്കെതിരെ മാത്രമല്ല അടുത്ത ബന്ധുക്കൾക്കെതിരെയും, അടുത്ത ബന്ധു എന്ന് പറയുമ്പോൾ അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഭാവിയിൽ ഈ സ്വത്ത് കൊണ്ട് പ്രയോജനമുണ്ടാക്കാൻ പോകുന്ന ആളുകളോ അവരുടെ പേർക്കും നിയമപരമായ സംരക്ഷണത്തിന് വേണ്ടി അപേക്ഷകൾ നൽകാവുന്നതാണ്. എവിടെ നൽകണം എന്നുള്ളതാണ് പ്രശ്നം. അതാണ് നേരത്തെ ബോണി ചോദിച്ചത്. അത് മെയിന്റനൻസ് ട്രൈബ്യൂണലിലാണ് നൽകേണ്ടത്. അപ്പൊ മെയിന്റനൻസ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് RDO ഓഫീസുകളുമായിട്ട്, അതായത് റവന്യൂ ഡിവിഷണൽ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓഫീസുകളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടല്ലേ, പലർക്കും RDOയിലാണ് സമീപിക്കേണ്ടതെന്ന് പലർക്കും. RDO ഓഫീസ് യഥാർത്ഥത്തിൽ മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ, അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും RDO ആണ്. പക്ഷേ RDO ഓഫീസിന്റെ പ്രവർത്തനങ്ങളും മെയിന്റനൻസ് ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങളും രണ്ടും രണ്ടാണ്. അപ്പൊ മെയിന്റനൻസ് ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നടത്തേണ്ടുന്ന ഉത്തരവാദിത്വം റവന്യൂ ഡിവിഷണൽ ഓഫീസർ, അതായത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ RDOയ്ക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു സംവിധാനം തന്നെ ഈ ഇത്തരത്തിലുള്ള അപേക്ഷകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കീഴിൽ എന്തൊക്കെ നിയമങ്ങളും പരിരക്ഷകളും ഉണ്ട്? അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട്. അതിനകത്ത് പിന്നെ പ്രധാനമായും ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും നിയമപരമായ പരിരക്ഷ നൽകുന്നതിന് ഒരു സംവിധാനം, ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശ്യം. 2, മുതിർന്ന പൗരന്മാർക്ക് മികച്ച ചികിത്സാ സൗകര്യം. 3, മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം. 4, വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുക. ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കാവോ? ഹലോ. ഓക്കെ, അത് കട്ടായിപ്പോയി. അപ്പോ ഈ 4 കാര്യങ്ങളാണ്, ഈ പ്രധാനമായും 4 കാര്യങ്ങളാണ് മെയിന്റനൻസ് ട്രൈബ്യൂണൽ വഴി നമുക്ക് പിന്നെ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം പല ആളുകളും ഉന്നയിക്കാറുള്ളത്, ദത്തെടുക്കുന്ന മക്കൾ ഇതിന്റെ പരിധിയിൽ വരുമോ? മക്കൾ എന്നുള്ള മകൻ മകൾ എന്നതിന്റെ പരിധിയിൽ ദത്തെടുക്കുന്ന മക്കൾ വരുമോ എന്നുള്ള സംശയം പല ആളുകളും പല സന്ദർഭങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദത്തെടുക്കുന്ന മക്കൾ ഇതിന്റെ പരിധിയിൽ വരും. അല്ല, അത് വരുമ്പോ നമ്മൾ ഈ ദത്തെടുക്കുമ്പോൾ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, നമ്മുടെ സ്വത്തിന്റെ എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ ആ സ്വത്ത് അവരുടെ കയ്യിലാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവർക്ക് സംരക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥയും. അതുകൊണ്ടാണ് ഈ നിയമം വളരെ വ്യക്തമായി നിയമത്തിനകത്ത് തന്നെ സ്പെസിഫിക്കായി പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, ദത്തെടുക്കുന്ന മക്കളും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് ബാധ്യസ്ഥരാണ്. അവർക്ക് യാതൊരു വിധമായ ഇളവുകളും ദത്തെടുത്തു എന്നതിന്റെ പേരിൽ ലഭിക്കുന്നതല്ല. ഒരു മകനും മകളും രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാതാപിതാക്കളെ എപ്രകാരമാണോ സംരക്ഷിക്കുന്നത് അപ്രകാരം തന്നെ ദത്തെടുക്കുന്ന മക്കളും ഈ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുതിർന്ന പൗരൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം. അത് എനിക്ക് പലർക്കും അതെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെയാണ് നമ്മൾ മുതിർന്ന പൗരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് ഈ സ്വത്ത് എന്താണ്, ഒരു മാതാവിന്റെയും പിതാവിന്റെയും അല്ലെങ്കിൽ ഒരു മുതിർന്ന പൗരന്റെ സ്വത്ത് എന്താണ് പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാളുടെ സ്ഥാവരവും ജംഗവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വത്ത് എന്നതിന്റെ പരിധിയിൽ നിൽക്കും. സ്ഥാവരവും ജംഗവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വത്ത് എന്നുള്ളതിന്റെ പരിധിയിൽ നിൽക്കും. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സ്വത്ത് എന്ന് പറയുന്നത് അയാൾ സ്വയാർജിതമായിട്ടോ അയാൾക്ക് പരമ്പരാഗതമായിട്ടോ ലഭിച്ചിട്ടുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും സ്വത്ത് എന്നതിന്റെ പരിധിക്കകത്ത് ഉൾപ്പെടും. അത് എനിക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കുമോ? ഈ സ്വത്ത് നമ്മൾ വാഹനങ്ങൾ വരും, അതായത് പിന്നെ അച്ഛനും അമ്മയും അവരുടെ നല്ല സമയത്ത് സ്വയാർജിതമായിട്ടോ അല്ലെങ്കിൽ അവരുടെ അച്ഛന്റെയോ അമ്മയുടെയോ പക്കൽ നിന്ന് കുടുംബപരമായി പിന്തുടർച്ചാവകാശം എന്നുള്ള നിലയിൽ അവർക്ക് കിട്ടിയിട്ടുള്ളതോ ആയിട്ടുള്ള എല്ലാ സ്വത്തുക്കളും, അവർ സമ്പാദിച്ചിട്ടുള്ള എല്ലാ സ്വത്തുക്കളും അതിന്റെ അവകാശികൾ മക്കളാണല്ലോ, സ്വാഭാവികമായിട്ടും അതിന്റെ അവകാശികൾ മക്കളാണ്. അപ്പോ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാതെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ സ്വത്ത് ആരിലേക്കാണോ കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ സ്വത്ത് ആരാണോ ഉടമസ്ഥത പ്രകാരം കൈവശം വെച്ച് അനുഭവിക്കുന്നത്, അവരെല്ലാം തന്നെ ഈ മാതാവിനെയും പിതാവിനെയും മുതിർന്ന പൗരനെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് സ്വത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയുവാനുള്ളത്. അതുകൂടാതെ നമുക്ക്
ഈ സാധാരണഗതിയിൽ ചില വീടുകളിൽ ഉണ്ടാകുന്ന ഒരു തർക്കം എന്ന് പറയുന്നത് സപ്പോസ് 4 മക്കൾ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അതിനകത്ത് 3 മക്കൾക്കെതിരെ മാത്രം പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ മാറ്റി നിർത്തുന്നു. അപ്രകാരമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു മകനെതിരെ പരാതി കൊണ്ടുപോകുമ്പോൾ ബാക്കി 3 പേരും ട്രൈബ്യൂണലിന് മുമ്പാകെ വന്ന് പറയുകയാണ്, ഞങ്ങള് 3 പേരും മാതാവിനെയും പിതാവിനെയും സംരക്ഷിച്ചിട്ടുള്ള ആളുകളാണ്, ഞങ്ങളെ ഇതിന്റെ പരിധിയിൽ നിന്നും മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പല മക്കളും. അല്ല, ഞാൻ അത് പറയുമ്പോൾ ഒരു ചോദ്യം വരുന്നത്, അപ്പൊ ഞാൻ ഇന്ന സ്വത്തുക്കളൊക്കെ ഇവന്റെ പേരിലാണ് നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് ഇവനാണ് സംരക്ഷിക്കപ്പെടേണ്ടത് മാതാപിതാക്കൾ തന്നെ അവർക്ക് പറയാം. സ്വാഭാവികമായിട്ടും അതിനകത്ത് ആനുപാതികമായിട്ടുള്ള ഇപ്പൊ സ്വത്ത് എത്ര വിഹിതമാണ് ഓരോ മക്കൾക്കും കൊടുത്തിട്ടുള്ളത്, ആനുപാതികമായി ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള വിഹിതത്തിനനുസരിച്ച് അവരവരുടെ മാതാപിതാക്കളെ, അതിനകത്തൊരു സ്നേഹത്തിന്റെ അംശം കുറഞ്ഞു പോകുന്നുണ്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ, എങ്കിൽ കൂടിയും സാങ്കേതികമായി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വത്ത് ആനുപാതികമായി ആർക്കൊക്കെ എത്ര രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് അതിന്റെ അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഓരോ മക്കൾക്കും വീതിച്ച് നൽകുന്നത് ട്രൈബ്യൂണൽ. അത് ട്രൈബ്യൂണൽ നിശ്ചയിക്കുമോ? അതോ എനിക്കൊന്ന് അതിനകത്ത് ആ ഒരു കാര്യത്തിൽ ഒരു മാതാപിതാക്കൾക്ക് ഒരു സേ ഉണ്ടോ? മാതാപിതാക്കൾക്ക് നിർബന്ധമായി അതിനകത്തൊരു താല്പര്യം എടുക്കാം. മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മക്കളുണ്ട്. അപ്പൊ 4 മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ആളായിരിക്കാം, ബാക്കി 3 പേർ അല്ലാതെയും ഇരിക്കുമ്പോൾ ബാക്കിയുള്ള 3 പേർക്കെതിരെ ട്രൈബ്യൂണലിന് മുമ്പാകെ പരാതിയുമായി അപേക്ഷയുമായി ചെല്ലാൻ മാതാപിതാക്കൾക്ക് നിർബന്ധമായി അവകാശമുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോ എതിർ ഭാഗത്ത് നിൽക്കുന്ന ഒരു മകന് വേണമെങ്കിൽ ബാക്കിയുള്ള 3 മക്കളെയും ഈ അപേക്ഷയുടെ ഭാഗമായിട്ട് അതിനകത്ത് കക്ഷി ചേർക്കാനും അവരുടെ ഭാഗം കേൾക്കാനും അവരെ കൂടി ഇതിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്ന് ട്രൈബ്യൂണലിന് മുമ്പാകെ ആവശ്യപ്പെടാനും പറ്റും. പക്ഷെ ട്രൈബ്യൂണൽ ഈ ഭാഗങ്ങളെല്ലാം കേട്ടതിന് ശേഷം നീതിയുക്തമായ ഒരു തീരുമാനമെടുത്ത് അത് മിക്കപ്പോഴും പരാതിക്കാരനായ ഈ മാതാപിതാവിന്റെയോ അല്ലെങ്കിൽ ഈ മുതിർന്ന പൗരന്റെയോ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ട്രൈബ്യൂണലുകളുടെ. ഇത് പറയുമ്പോൾ എനിക്ക് വേറെ ചോദ്യം തോന്നുന്നത്, ഇപ്പം മാനസികമായിട്ട് അവർ അത്രയൊരു പക്വതയില്ല മാതാപിതാക്കൾ, ഇപ്പം ഓർമ്മ കുറവുണ്ട്. അപ്പോൾ ചിലര് മാതാപിതാക്കളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അവരുടെ വരുതിയിൽ വരുത്താനും അവര് മാതാപിതാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും, ഇവൻ ഇങ്ങനെ എന്നോട് ചെയ്തു, അല്ലെങ്കിൽ ഇവൻ എന്റെ സ്വത്ത് അപഹരിച്ചു എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമല്ലോ. അല്ല, അതിനെ സംബന്ധിച്ച് നിയമത്തിനകത്ത് വളരെ എന്തായാലും ഏകപക്ഷീയമായ തീരുമാനങ്ങളല്ല ട്രൈബ്യൂണൽ എടുക്കുന്നത്. ഈ ട്രൈബ്യൂണൽ ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. ആ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചതിന് ശേഷം ഇവർക്ക് ട്രൈബ്യൂണലിന്റെ മുൻപാകെ വന്ന് കൃത്യമായി അവരുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. അതിനുശേഷം ട്രൈബ്യൂണലിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു സിവിൽ കോടതിയിൽ ഏതൊക്കെ രീതിയിലാണോ നടപടിക്രമങ്ങൾ നടക്കുന്നത് ആ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും മൊഴിയെടുക്കുവാനും ഈ കേസിന്റെ ഉചിതമായ ഒരു തീരുമാനത്തിന് അടിസ്ഥാനമായി തോന്നുന്ന എന്ത് രേഖകളും കോടതി മുമ്പാകെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിന് മുമ്പാകെ ഹാജരാക്കാനും നിർദ്ദേശിക്കാം. ഇങ്ങനെ രൂപപ്പെടുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രൈബ്യൂണൽ ഒരു തീരുമാനം, ഏകപക്ഷീയമായ ഒരു തീരുമാനം. നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ ട്രൈബ്യൂണലിന്റെ പ്രധാന പരിഗണനാ വിഷയമാണ്. നമുക്കൊരു കോൾ എത്തിയിരിക്കുന്നു, കോൾ എടുത്തിട്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആ, നസീർ അല്ലേ? സൗണ്ട് കേട്ടപ്പോ തോന്നി. എന്താണ് നസീർ ചോദിക്കാനുള്ളത്? സ്വത്തിന്റെ കാര്യമല്ല എനിക്ക് അറിയാനുള്ളത്. പിന്നെന്താണ്? ഇപ്പം പോലീസെല്ലാം പറഞ്ഞില്ലായിരുന്നു ഇതിനക്ക് അവരെ സ്വാധീനിക്കാനുള്ള സമ്പ്രദായം. അപ്പം അങ്ങനെയുള്ള ഒരു സമ്പ്രദായമാണ് ഇപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ളത്. കാരണം വെച്ചാല് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഈ ഫോണുമായിട്ടുള്ള വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, ഇതിപ്പോ ഈ വിഷയമായിട്ട് സംസാരിക്കണം, ഫോണുമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. ഈ സ്വത്തുമായിട്ട് അപ്പൊ പ്രായം ചെന്ന 72 വയസ്സായതാ. ഫാദറിന് 72 വയസ്സായതാ. അപ്പൊ ഫാദറിന് അത്രയൊന്നുമില്ല, പയ്യനൊക്കെയുള്ള ഓർമ്മയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ, എന്ത് കാര്യം ചോദിച്ചാലും കറക്റ്റായിട്ട് മറുപടി പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം നമ്മളൊരു സഹോദരിയുടെ മോള് ഇവിടെ നിന്ന് വിളിച്ച് പള്ളിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടതിന് സ്വയം ബോധമില്ലാതായി. ചുമ്മാ ബാത്റൂമിൽ പോക്കും, ഇപ്പൊ എപ്പോ നോക്കിയാലും ബാത്റൂമിൽ പോക്കും വരലും ഒക്കെ. എന്തോ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ട് എന്നും നമുക്കറിയാൻ വയ്യ. അപ്പൊ അതിനുശേഷം ഈ ഇടയ്ക്ക് ഒരു 1.5 മാസം മുമ്പേ വിട്ടിരുന്നിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ റോഡിൽ പോയ നേരത്തിന് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. നേരെ ആ കൊച്ചുമോളെ വീട്ടിൽ പോയി നിന്നിട്ട് 2 ദിവസമായിട്ടും വാപ്പായെ കാണുന്നില്ല. ലാസ്റ്റ് വിളിച്ച് വാപ്പാടെ അനിയന്മാരൊക്കെ അവരുടെ ഇവിടെ താമസമുള്ളൂ. അപ്പൊ അവരടുത്തൊക്കെ വിളിച്ചു വെച്ചപ്പോ അവർ പറഞ്ഞു അവിടെ ആരും ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു. അവിടെ ആരും ചെന്നിട്ടില്ലെന്ന്. അപ്പം കാരണം വെച്ചാൽ ഇവിടെ ഉമ്മാടുത്ത് പറഞ്ഞിട്ട് പോയതാ, പിന്നടുത്ത് പോകണമെന്ന് പറയാ പോയത്. അപ്പം ഈ പോയി അവിടെ ഇരുന്നിട്ട് ഇവരാരും വിളിച്ച് പറഞ്ഞതുമില്ല അവിടെ ചെന്നെന്നുള്ളത്.
അപ്പൊ ഇവരൊക്കെ കുറെ ചീറ്റിങ് കേസിലൊക്കെ ഉള്ള ആൾക്കാരാണ് അവരൊക്കെ. അതുകൊണ്ട് ഇവരെല്ലാം ഞാൻ എടുക്കത്തില്ല. അപ്പം ഇവര് ഈ എന്റെ പിതാവാണ് ഇവരെയൊക്കെ വളർത്തിയിട്ടുള്ള കൊച്ചിലേക്ക്. അപ്പം ഈ അവിടെ പോയി ഇരുന്നും കൊണ്ട് ഇവർ എന്ത് കൊടുത്തു ഏത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പൊ പഴയവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാലിലൊക്കെ നീരുമൊക്കെ ആയിട്ട് അപ്പൊ തിരിച്ചു വന്നേക്കുന്നു. അതിപ്പോ അങ്ങനെ കൊടുത്തിട്ട് ഉള്ള അവസ്ഥയാണോ? അത് നമ്മളിപ്പോ ആരോഗ്യസ്ഥിതി വഷളായതുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയും ചിന്തിക്കാമല്ലോ. അല്ല, ആരോഗ്യസ്ഥിതി വഷളായല്ല, ഞാൻ പറയാം. കാര്യച്ചാലേ അപ്പം തിരിച്ചു കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾ പോലീസുമായിട്ടുള്ള വന്നാൽ മതി. ഈ 1.5 മാസം അവിടെ നിന്നിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുമ്പോ എന്താണോ ഏതാണെന്നുള്ള അറിയത്തില്ലല്ലോ. ഒരുപാട് ബുദ്ധിമുട്ട് കക്ഷിക്കുണ്ട്. അപ്പൊ നസീറിന്റെ എന്താ ആവശ്യം എന്നുള്ളത് ചുരുക്കി പറ. ഇവിടെ എനിക്കൊന്ന് ഫോണിന് പരിപാടിയാണ്. ഇതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ നമ്മളെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ എല്ലാം ഓരോരുത്തരും കൊടുത്ത് നമ്മൾ അതിന് സ്വത്തിനൊന്നും അവകാശമൊന്നും പറയുന്നില്ല. അതിനൊന്നും ആവശ്യമില്ല, പോയതൊക്കെ പോയി. അവസാന ഘട്ടത്തിൽ കിടക്കാടം ഇല്ലാതായ സമയത്ത് ഇച്ചിരി പൈസ ഉമ്മയുടെ ഒരു ബന്ധുക്കാർ കൊടുത്ത പൈസയും ബാക്കി ഇച്ചിരി ഈ ലോണിൽ നിന്ന് കിട്ടിയ പൈസ എല്ലാം ചേർത്തിട്ട് ഇവരെ കാര്യം ഓർത്തിട്ടാണല്ലേ ഞാൻ എന്റെ പോലെ നോക്കി പോയാണ്. അപ്പൊ അവര് മരിക്കുന്നവരെ എവിടെയും പോരെന്നും ആരെയും അടിച്ചിറക്കണമെന്നും പറഞ്ഞൊരു പുറമ്പോക്ക് വസ്തു ഞാൻ മേടിച്ചായിരുന്നു. അപ്പൊ മേടിച്ച് അവിടെയാണ് ഞാനിപ്പോ 4 വർഷമായിട്ട് എന്റെ മാതാവും പിതാവും ഞാനുമാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ ഇവർക്ക് ആർക്കും ഒരു ശല്യം, ഇവരെന്ത് കാണിക്കുന്നു, ഇവര് ചീറ്റിംഗ് കേസിലൊക്കെ പോകുന്ന വ്യക്തികളായിട്ട് ഞാൻ ഇവരുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല. ഇവരിവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാര്യം നമുക്ക് നാണക്കേട്, അതാണ് മെയിനായിട്ടുള്ള കാരണം. എന്റെ കുട്ടികളുമായിട്ട് പോലും ഞാൻ സഹകരിക്കാത്തതിന്റെ കാരണം ഞാൻ എന്റെ കുട്ടികളായിട്ട് സഹകരിക്കുന്ന സമയത്ത് ഇവരൊക്കെ പിന്നെ അടുത്ത് എന്റെ കുട്ടികളോട് ഇവരുടെയൊക്കെ കൂടെ പോയി വഷളായി പോകുന്നുണ്ടെന്നുള്ള ഞാൻ എന്റെ കുട്ടികളെ പോലും കാണാൻ പോയിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഇതുണ്ട്. ഇവരൊക്കെ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവര് തൊഴിലാക്കി വെച്ചേക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് അവരെ പറയാൻ പറ്റത്തില്ല. അബദ്ധം പറ്റിയാണ് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ വാപ്പകൾ വന്നതിന് ശേഷവും വാപ്പാക്ക് പഴയണക്കുള്ള ഇതൊന്നുമില്ല. ഇവിടുന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കാലിൽ 2 നീരായി. ഇവര് എന്ത് നസീർ കേൾക്കുന്നുണ്ടോ? നസീർ, ഇത് MS രാജേഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ്. ഞാനും ബോണിയും രഞ്ജിത്തും കൂടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നസീർ വിളിച്ചതിൽ സന്തോഷം. നസീറിന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, നസീറിന്റെ വാപ്പയ്ക്ക് എത്ര മക്കളുണ്ട്? നിങ്ങൾ നസീർ ഉൾപ്പെടെ എത്ര മക്കളുണ്ട്? 5 മക്കളുണ്ട്. അപ്പൊ അതിൽ നസീറിനോടൊപ്പമാണ് വാപ്പ ഇപ്പോൾ താമസിക്കുന്നത്. 4 വർഷമായിട്ട് നസീറിനൊപ്പമാണ് വാപ്പ താമസിക്കുന്നത്. വാപ്പയ്ക്ക് സ്വന്തം നിലയിൽ വാപ്പയെ സംരക്ഷിക്കാനും മറ്റ് കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ 5 മക്കളുണ്ടെങ്കിൽ 5 പേരും ഒരേപോലെ വാപ്പായെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നസീറിനൊപ്പം വാപ്പ നിൽക്കുന്നു. ഞാൻ പറയുന്നതോടെ നസീർ കേൾക്കൂ. വാപ്പ നസീറിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നസീറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ മാർഗം നസീറിന്റെ വീടിന് തൊട്ടടുത്തുള്ള മെയിന്റനൻസ് ട്രൈബ്യൂണൽ, RDO ഓഫീസ്, അതിനോട് ചേർന്നുള്ള മെയിന്റനൻസ് ട്രൈബ്യൂണലിൽ ബാക്കി 4 മക്കൾ വാപ്പായെ സംരക്ഷിക്കുന്നില്ല, വാപ്പായുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ 4 പേരെ എതിർകക്ഷികളാക്കിക്കൊണ്ട് മെയിന്റനൻസ് ട്രൈബ്യൂണലിൽ ഒന്നുകിൽ വാപ്പായ്ക്ക് ഇപ്പം കേസ് അപേക്ഷകളൊക്കെ കൊടുക്കുന്നതിന് പ്രശ്നങ്ങളുണ്ടെന്നാണ് നസീറിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. വാപ്പായ്ക്ക് പകരം നസീർ അപേക്ഷകനായിക്കൊണ്ട് ബാക്കി 4 മക്കൾക്കുമെതിരെ, അതായത് നസീറിന്റെ ബാക്കി 4 സഹോദരങ്ങൾക്കുമെതിരെ മെയിന്റനൻസ് ട്രൈബ്യൂണലിൽ അപേക്ഷ കൊടുക്കുക. അതെ. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, നമുക്കിപ്പോ അവർക്ക് കേസ് കൊടുക്കാനോ ഒന്നിനും നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാര്യം അവർ വല്ലപ്പോഴും കൊണ്ടുവന്ന് കൊടുക്കുന്നവർ മേടിക്കുന്നത് നമുക്കത് കാര്യമില്ല. അവർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ ദ്രോഹിക്കുന്നുള്ള വിഷയം. നസീർ, ഇത് നിയമപരമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. കാര്യത്തിലേ നസീർ കറക്റ്റ് ആയിട്ട് എന്താണ് ആവശ്യം, നസീറിന്റെ റിക്വയർമെന്റ് എന്താണ് ഇപ്പൊ നമ്മൾ സഹായം എന്ത് സഹായമാണ് നസീറിന് വേണ്ടത്, അത് കറക്റ്റ് ആയിട്ട് പറയൂ. അത് ഞാൻ പറയാം. കാര്യത്തില് ഞാന് ഈ ഫോണിന്റെ പ്രശ്നത്തിന് കംപ്ലൈന്റ് കൊടുത്തായിരുന്നു മരുമകനെതിരെ. അതിനുശേഷം മുതലാണ് ഈ മരുമകൻ എന്റെ വാപ്പാടെ ഫോണിനകത്ത് എന്തോ പണി കാണിച്ചെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം കംപ്ലൈന്റ് 2020. നസീർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. രഞ്ജിത്താണ് മെയിന്റനൻസ് ട്രൈബ്യൂണലിൽ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതാണ്. സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം നസീറിന്റെ കൃത്യമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറയുന്നത്, ഇപ്പം നസീറിന്റെ ഈ സഹോദരങ്ങള് നസീറിന്റെ വീട്ടില് വരുന്നതാണോ പ്രശ്നം? വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇവരെന്ന് പറയാൻ മന്ത്രവും ചെയ്യുന്നുണ്ട്, തന്ത്രവും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നസീർ ഒരു കാര്യം പറയുന്നത് കേൾക്കും. ഈ നിയമപ്രകാരം നമുക്ക് ഈ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരനായ നസീറിന്റെ ഫാദറിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് വീട്ടില് ആരൊക്കെ വരണം, നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രഥമ പരിഗണന അദ്ദേഹത്തിനാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ലോ എല്ലാ മക്കളും മാതാപിതാക്കൾക്ക്. ഇപ്പൊ അവരിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നസീറിന്റെ ഈ പിതാവിന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
എവിടെയാണ് കൃത്യമായിട്ട് താമസിക്കുന്നത്? ഞാൻ താമസിക്കുന്നത് മാമൂടിലാണ്. എനിക്ക് ഇതിനിടയ്ക്ക് ഇവിടെ മർദ്ദനം കിട്ടിയ എന്റെ ബോധം മാമൂട് ചന്ദനത്തോപ്പ് അല്ലേ? അതെ. അപ്പം കൊല്ലം RD ഓഫീസിന്റെ പരിധിയിലാണ് കേട്ടോ. അപ്പം ഒരു കാര്യം ചെയ്താൽ മതി, ഈ പിതാവിന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം കളക്ടറേറ്റില് മെയിന്റനൻസ് ട്രൈബ്യൂണൽ, അതായത് RD ഓഫീസ് കേന്ദ്രീകരിച്ച് മെയിന്റനൻസ് ട്രൈബ്യൂണൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ 4 നമ്പർ A പരാതി കൊടുത്താൽ മതി. അപ്പൊ അവിടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം നസീറിന്റെ പരാതിക്ക് പരിഹാരം കാണുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം അത് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ നസീർ, ഈ പരാതി ആദ്യം കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടരണം സർ. അതെ, ബോണി, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ശ്രോതാക്കൾക്ക് പൊതുവിലുണ്ടായിരിക്കാൻ സാധ്യതയുണ്ടാവുക എവിടെയാണ് ഈ അപേക്ഷകൾ, ഈ പരാതികൾ എവിടെയാണ് കൊടുക്കേണ്ടുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ നേരത്തെ വളരെ കൃത്യമായിട്ട് RDO ഓഫീസുകളോട് ചേർന്നുള്ള മെയിന്റനൻസ് ട്രൈബ്യൂണലിലാണ് ഈ മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പരാതികൾ നൽകേണ്ടുന്നത് നിയമാനുസൃതമായി. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമുക്കൊരു കോൾ എത്തിയിരിക്കുകയാണ്. അടുത്ത കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം. ആരാണിത്? പേര് പറഞ്ഞോളൂ. പേര് പറയാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ചോദ്യം ചോദിച്ചോളൂ. എന്റെ വീട്ടില് 5 മക്കളാ എന്റെ അമ്മയ്ക്ക്. 2 ആണും 3. ഹലോ, കേക്കുന്നു ചോദിച്ചോളൂ. എന്റെ മൂത്ത ആണെന്ന് പറയാൻ മരിച്ചുപോയി. പിന്നെ 3 പെണ്ണും ഞാനും ഒരാണും ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ കുടുംബ വീടെന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും ഓരി കൊടുത്തിട്ട് ഞാൻ മേടിച്ചു. അപ്പൊ എന്റെ അമ്മയ്ക്ക് 85 വയസ്സായി. ഇപ്പൊ കാഴ്ച കുറവും അവന് അവശതയായി. ഇപ്പൊ മക്കളാരും നോക്കുന്നില്ല. എല്ലാം അവനല്ലേ കുടുംബം കൊടുത്ത് അവനങ്ങ് നോക്കട്ടെന്ന് പറഞ്ഞ് എന്റെ തോളിൽ കൊണ്ടങ്ങ് വെച്ചിരിക്കുക. അത്ര നോക്കിയോ ഒന്നും ചെയ്യുന്നില്ല. അതിന് നിയമ നടപടി എന്താന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഞാൻ താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഉൾപ്പെടെ 5 സഹോദരങ്ങളാണുള്ളത് അമ്മയ്ക്ക്, അല്ലേ? അതിൽ ഒരു സഹോദരൻ മരിച്ചുപോയി. ആ സഹോദരന് മക്കളുണ്ടോ? 2 മക്കളുണ്ട്. അപ്പോ ഈ 5 പേരും, അതായത് മരിച്ചുപോയ സഹോദരന്റെ 2 മക്കളും നിങ്ങൾ 4 പേരും ചേർന്ന് അമ്മയെ സംരക്ഷിക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മരിച്ചുപോയ സഹോദരന്റെ മക്കൾക്ക് അവരുടെ അമ്മയുടെ അച്ഛന്റെ അമ്മയെ, അല്ലേ? അതെ, അവരെ സംരക്ഷിക്കാതിരിക്കാനുള്ള ഒരു കാരണമല്ല അവരുടെ അച്ഛൻ മരിച്ചുപോയി എന്നത്. ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, അമ്മയ്ക്ക് RDO ഓഫീസിലും മെയിന്റനൻസ് ട്രൈബ്യൂണലിലും പോകുവാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താങ്കൾ തന്നെ ട്രൈബ്യൂണലിൽ ചെന്നതിന് ശേഷം ഈ 4 സഹോദരങ്ങളെയും മരിച്ചുപോയ സഹോദരന്റെ മക്കളെയും എതിർകക്ഷികളാക്കി അവിടെ ഫോം A എന്ന് പറയുന്ന ഒരു ഫോറം കിട്ടും. ആ ഫോറത്തിൽ, അല്ലേ? അതെ, ഈ മരിച്ചുപോയ സഹോദരന്റെ മക്കൾ 2 പേരും 18 വയസ്സിന് മുകളിലുള്ള ആളുകളാണോ? അതെ, ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെയും കക്ഷി ചേർത്ത് ഫോം Aയിൽ ഈ മെയിന്റനൻസ് ട്രൈബ്യൂണലിൽ താങ്കളുടെ അമ്മയെ ഈ പറയുന്ന 4 സഹോദരന്മാരും മരിച്ചുപോയ സഹോദരന്റെ മക്കളും ചേർന്ന് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാവുന്നതാണ്. നസീറല്ല, പേര് പറഞ്ഞിട്ടില്ല. നമ്മുടെ കൊല്ലം കളക്ടറേറ്റിലാണ് ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. 2ാമത്തെ നിലയിൽ RD ഓഫീസ് ചോദിക്കുക. ഫോം നമ്പർ A, ഈ അപേക്ഷ നൽകേണ്ട ഒരു ഫോർമാറ്റാണ് ഫോം നമ്പർ A. അതിനകത്ത് അതിന്റെ കൂടെ നിങ്ങൾക്ക് പരാതി വിശദമായിട്ട് വെള്ള പേപ്പറിൽ എഴുതി അതിന്റെ കൂടെ സമർപ്പിക്കാം. ഇപ്പൊ ഇതൊരു അവർക്കൊരു അപേക്ഷ കൂടെ ആയിക്കോട്ടെ. ഇത് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്നെങ്കിലും മനസ്സിലായിക്കോട്ടെ. അവർക്ക് ഇത് കേൾക്കുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവും. അല്ല, അതൊരു നമ്മളിപ്പോ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാനുഷികമായിട്ടുള്ള ഒരു തോന്നലാണ്. എല്ലാ മക്കളും അമ്മമാരെ കൃത്യമായിട്ട് സംരക്ഷിക്കണമെന്നുള്ള അത് മനസ്സിൽ നിന്ന് തോന്നേണ്ട കാര്യമാണ്. എന്നിരുന്നാലും അങ്ങനെ ചെയ്യാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഈ നിയമപ്രകാരം അവർക്ക് പരിഗണന നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക. ഉടൻ തന്നെ തീർപ്പുണ്ടാവുന്നതാണ്. എന്തെങ്കിലും ഒന്ന് കൂടുതൽ ചോദിക്കാനുണ്ടോ ഇതിനെക്കുറിച്ച്? ഒന്നുമില്ല. ഓക്കെ, വെൽക്കം. അപ്പൊ നമുക്ക് തുടരാം സർ. അപ്പോ ഇതിനകത്ത് 2ാമത്തെ പ്രധാനപ്പെട്ട വിഷയം, മെയിന്റനൻസ് ട്രൈബ്യൂണലിൽ ഒരു അപേക്ഷ ട്രൈബ്യൂണലിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും എതിർകക്ഷികൾക്ക് അവിടെ നിന്നുകൊണ്ട് നോട്ടീസ് അയക്കുകയാണ്.
നോട്ടീസ് ചിലപ്പോ ഈ മെയിന്റനൻസ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവർക്ക് നേരിട്ട് കൊണ്ടുകൊടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഡ് പോസ്റ്റ് മുഖേന അവർക്ക് ഇതിനെ സംബന്ധിക്കുന്ന അറിയിപ്പ് കിട്ടും. ഒരു നിശ്ചിത ദിവസം അവരോട് ട്രൈബ്യൂണലിൽ ഹാജരാകാൻ നിർദ്ദേശിക്കും. അവർക്ക് പറയുവാനുള്ള കാര്യങ്ങൾ രേഖാമൂലമോ അല്ലെങ്കിൽ മൊഴിയാലോ ട്രൈബ്യൂണലിൽ രേഖപ്പെടുത്തി അവരുടെ ഭാഗം കേട്ടതിന് ശേഷം ഇതിനകത്ത് ഒരു യുക്തിസഹജമായ തീരുമാനമെടുക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണോ, മറ്റാരെയെങ്കിലും വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കേണ്ടത് ആവശ്യമാണോ, മറ്റെന്തെങ്കിലും രേഖകൾ ഈ പരാതിയുടെ യുക്തിസഹജമായിട്ടുള്ള ഒരു തീരുമാനത്തിന് ആവശ്യമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മെയിന്റനൻസ് ട്രൈബ്യൂണൽ അവർക്ക് മാക്സിമം എടുക്കാവുന്ന ദിവസം എത്രയാണ് രഞ്ജിത്ത്? ഒരു അപേക്ഷയിന്മേൽ 90 ദിവസത്തിനകം ഈ പരാതിയിന്മേൽ, ഈ അപേക്ഷയിന്മേൽ ഫോം എയിൽ നമ്മൾ മെയിന്റനൻസ് ട്രൈബ്യൂണലിൽ കൊടുക്കുന്ന അപേക്ഷയിന്മേൽ 90 ദിവസത്തിനകം തീരുമാനമെടുത്തിരിക്കണം. ആവശ്യമാണെന്നുണ്ടെങ്കിൽ 30 ദിവസം കൂടി ആവശ്യം റെക്കോർഡ് ചെയ്തതിനു ശേഷം ട്രൈബ്യൂണലിന് എടുക്കാം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. സമൂഹത്തിലെ അടിയന്തരമായിട്ടുള്ള പ്രാധാന്യം കിട്ടേണ്ട വ്യക്തികളാണ് മുതിർന്നവരും. അതുകൊണ്ടാണ് മറ്റ് കേസുകൾ പരിഗണിക്കുന്നതിനേക്കാൾ വേഗത്തിൽ 90 ദിവസത്തിനുള്ള കേസുകൾ പരിഗണിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ മക്കളാരും അടുത്തില്ല എന്നുള്ളതാണ്. അതെ. അപ്പൊ ഈ നമ്മുടെ അതിനകത്ത് നിയമത്തിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, മക്കൾ സ്ഥലത്തില്ല എന്നുള്ളത് കൊണ്ട് മക്കൾക്ക് ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരിക്കലും സാധിക്കില്ല. മക്കൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ ഉചിതമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ വിളിച്ചു വരുത്തുവാനുള്ള അവകാശവും മെയിന്റനൻസ് ട്രൈബ്യൂണലിലുണ്ട് എന്ന് ഈ നിയമത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഒരാൾ വന്നില്ല എന്നിരിക്കട്ടെ, നമ്മളിപ്പോ ട്രൈബ്യൂണലിൽ നിന്ന് ഒരു നോട്ടീസ് അയക്കുന്നു. ബുദ്ധിമാന്മാർ ചിലർ അവര് ചിലപ്പോ ഈ നിയമ നടപടികളിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ മെയിന്റനൻസ് ട്രൈബ്യൂണലിന് മുമ്പാകെ ഹാജരാകാതിരിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സിവിൽ കോടതി ആ കേസ് പരിഗണിക്കുന്ന സമയത്ത് എതിർകക്ഷി വന്നില്ല എന്നുണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് എതിർകക്ഷിയെ കേൾക്കാതെ പരാതിക്കാരനെ മാത്രം കേട്ടുകൊണ്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതിന് എക്സ്പാർട്ടെ ആയി തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. അപ്പൊ എക്സ്പാർട്ടെ ആയി തീരുമാനമെടുക്കാൻ ഈ ട്രൈബ്യൂണലിനും അവകാശമുണ്ട്. അതുകൊണ്ട് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ഹാജരാകാതിരിക്കുക എന്നുള്ളത് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് ആരും എടുക്കാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കോൾ വന്നിരിക്കുകയാണ്, കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം. ഹലോ. എന്റെ പേര് ചന്ദ്രന. ചോദിച്ചോളൂ. സാറിനോട് ചോദിക്കാൻ പറ്റുന്നതാണോ എന്നെനിക്കറിയില്ല. നമ്മള് ചോദിച്ചോളൂ, ചോദ്യം കേക്കട്ടെ. അതായത് എന്റെ വസ്തുവും എന്റെ കെട്ടിടവും എന്റെ മക്കൾക്കല്ലാതെ വേറെ ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാൻ എനിക്ക് പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ വസ്തുവും എന്റെ കെട്ടിടവും എല്ലാം കൂടെ ആർക്ക് നിക്ഷിപ്തം ആവും? അതിനൊപ്പം എന്തെങ്കിലും ഞാൻ എഴുതി വെച്ച് അത് പ്രാബല്യത്തിൽ വരുമോ? ചന്ദ്രൻ ഉന്നയിക്കുന്ന ഈ ചോദ്യം നമ്മുടെ നിയമം, നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമമായിട്ട് വലിയ ബന്ധമൊന്നും ഉള്ളത് അല്ലെങ്കിൽ കൂടിയും അതിനകത്ത് 3 ചോദ്യങ്ങളാണ് ചന്ദ്രൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, താങ്കളുടെ പേരിലുള്ള വസ്തുക്കൾ താങ്കളുടെ മക്കൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും എഴുതി കൊടുക്കാൻ സാധിക്കുമോ? നിയമപരമായി അതിന് യാതൊരു തടസ്സവും ഇല്ല. അല്ല, ഭാവിയില് വാങ്ങിച്ച ആളുടെ പേരിൽ ഇവര് ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രന്റെ പേരിൽ പ്രമാണമുണ്ട് ഇല്ലേ? ഉണ്ട്. അതിന്റെ പേരിൽ പോക്കുവരവുണ്ട്. ചന്ദ്രൻ കരം കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. ചന്ദ്രന്റെ പേരിൽ തന്നെ കരം കൊടുക്കുന്നുണ്ട്. ആ വസ്തുവിന്റെ ഉടമസ്ഥനും കൈവശ അവകാശക്കാരനും ചന്ദ്രനാണ്. ചന്ദ്രന് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് കൈമാറ്റം ചെയ്യാം, യാതൊരു തടസ്സവുമില്ല. രണ്ടാമത്തെ ചോദ്യം ചന്ദ്രൻ ചോദിച്ചത്, ചന്ദ്രന്റെ മരണശേഷം അത് ആരിലേക്ക്? ചന്ദ്രൻ പ്രത്യേകിച്ച് പ്രമാണങ്ങളൊന്നും കരണങ്ങളൊന്നും ചമച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രന്റെ മരണശേഷം ചന്ദ്രന്റെ ഉടമസ്ഥതയിലും കൈവശത്തിലുമുള്ള വസ്തു ആരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ചന്ദ്രന്റെ നിയമപരമായിട്ടുള്ള അവകാശികൾ ആരൊക്കെയാണ്? അതിനകത്ത് ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഭാര്യ, മക്കളുണ്ടെങ്കിൽ മക്കൾ. ഭാര്യയ്ക്കും മക്കൾക്കും ആ സ്വത്ത് ചന്ദ്രനിൽ നിന്നും അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. മൂന്നാമതൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നല്ലോ, അതെന്താണ്? ചന്ദ്രൻ 3 ചോദ്യം എന്തേ?
അത് ഭാവിയിൽ മറ്റേ ഞാൻ എഴുതി കൊടുക്കുന്ന ആൾക്ക് ഭാവിയിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചന്ദ്രന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥലത്ത് ആ സ്ഥലം ഉൾക്കൊള്ളുന്ന കോടതി, സിവിൽ കോടതി എവിടെയാണോ ആ കോടതിയെ സമീപിച്ച് നിങ്ങൾക്ക് പരിഹാരമാർഗം തേടാവുന്നതാണ്. ഈ നിയമത്തിന്റെ പരിധിയിൽ ചന്ദ്രൻ ഈ പറഞ്ഞ 3 ചോദ്യങ്ങൾക്കും പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ലെങ്കിലും ചന്ദ്രൻ ഞങ്ങളെ വിളിച്ചതിൽ സന്തോഷം. ശരി, ചോദിച്ചോളൂ. അതായത് ഞങ്ങളുടെ അപ്പനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് ഒരു 2-3 സെന്റ് സ്ഥലം മറ്റേ ഇതില്ലേ, മറ്റേ ആൾക്കാര് കൂടുതൽ സ്വത്തുള്ള സമയത്ത് കൊടുക്കത്തില്ലേ, 1 സെന്റ് 2 സെന്റ് സ്ഥലമായിട്ട് അതിന്റെ ഒരു പേരുണ്ടല്ലോ, എന്താ പറയാ? എന്താണ് ചന്ദ്രൻ പറഞ്ഞോളൂ. അപ്പൊ ആ ഒരു 3 സെന്റ് സ്ഥലം ഇവര് ഫ്രീ ആയിട്ട് തരുന്നതെന്നാണത് പറഞ്ഞിട്ട് കോടതിയിലെ മറ്റാള് പറയുന്ന കുടിയടപ്പ് ഇഷ്ടദാനം. അപ്പൊ അയാള് പറയുന്ന അങ്ങനെ പറഞ്ഞിരുന്നാലും ബാക്കി കൂടെ നമ്മളിരുന്ന കാശ് വാങ്ങിച്ചത് വാങ്ങിച്ചു. എന്നിട്ട് ആ ഒരു മണ്ണിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊക്കെയാണ് അത്. ഞങ്ങൾ 6-8 മക്കളാണുള്ളത്, ആണുങ്ങളാണ് എല്ലാരും. അപ്പൊ ഇപ്പൊ നിലവില് 3 പേര് പോയി, ഞങ്ങൾ മാത്രമേ. ചന്ദ്രനോട് എനിക്ക് പറയാനുള്ളത്, നമ്മള് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഇപ്പൊ ചന്ദ്രന്റെ സമീപത്ത് സിവിൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും അഭിഭാഷകരുണ്ടെങ്കിൽ അവരുടെ ഒരു സേവനം തേടാവുന്നതാണ്. അതുകൂടാതെ തന്നെ ചന്ദ്രൻ അങ്ങനെ അഭിഭാഷകരുടെ സേവനം തേടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാ കോടതികളോടും അനുബന്ധിച്ച് ലീഗൽ സർവീസ് അതോറിറ്റികളുണ്ട്. അവിടെ ചെന്നതിന് ശേഷം ചന്ദ്രന് ഫ്രീ ആയിട്ട്, പ്രത്യേകിച്ച് പണം മുടക്കൊന്നും ഇല്ലാതെ അവിടെ ചെന്ന് ചന്ദ്രന്റെ ഈ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ പരിഹാരം തേടാവുന്നതാണ്. ശരി ചന്ദ്രൻ, ശരി. കുഴപ്പമില്ല, സംശയ നിവാരണം നടന്നല്ലോ. ഓക്കെ, അപ്പൊ അത് കണക്ക് പറഞ്ഞ കണക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ നമ്മള് സംസാരിച്ചു കൊണ്ടുവന്നത് നമ്മൾ 2 കാര്യം, അതായത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടുന്നത്, അതുകൂടാതെ പിന്നെ അത് പരാതി കൊടുത്തതിന് ശേഷം ഉള്ള നടപടിക്രമം. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിരിക്കുകയാണ്. ഹലോ. നമസ്കാരം. ഹലോ സാറേ, ഞാൻ കൊല്ലത്ത് നിന്ന് ചാത്തന്നൂരിൽ വിളിക്കുകയാണേ. ചോദിച്ചോളൂ. സാറേ, പിന്നെ കോടതി പോകാൻ വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ട് അച്ഛന്റെ സ്വത്തിന് എനിക്ക് അവകാശം വല്ലതും ഉണ്ടോ? എനിക്കിപ്പോ 57 വയസ്സായി. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ വിവാഹബന്ധം വേർപെടുത്തിയത് അമ്മയുമായിട്ടല്ലേ? അമ്മയുമായിട്ട്. അത് ചന്ദ്രനെ ബാധിക്കുന്ന വിഷയമൊന്നുമില്ല. ചന്ദ്രന് അച്ഛന്റെ സ്വത്തിൽ ചന്ദ്രന് അവകാശമുണ്ട്, അമ്മയുടെ സ്വത്തിലും അവകാശമുണ്ട്. അച്ഛന്റെ സ്വത്തിൽ അവകാശം പിന്നെ നിർബന്ധമായുണ്ട്. അച്ഛന്റെ സ്വത്തിൽ ചന്ദ്രന് അവകാശമുണ്ട്. വിവാഹബന്ധം വേർപെടുത്തിയ അമ്മയ്ക്ക് അവകാശമില്ല. അമ്മ മരിച്ചുപോയി. ഞാനിപ്പോഴും വാടകയ്ക്കാണ് സാറേ താമസിക്കുന്നത്. അതെ. അച്ഛന്റെ സ്വത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചന്ദ്രന്റെ അച്ഛൻ വിവാഹബന്ധം വേർപെടുത്തി, അതിനുശേഷം അച്ഛൻ മരിച്ചു. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മ മരിച്ചുപോയി. അപ്പൊ ചന്ദ്രന്റെ സംശയം അച്ഛന്റെ സ്വത്തിൽ ചന്ദ്രന് അവകാശമുണ്ടോ എന്നുള്ളതല്ലേ? അതെ. നിർബന്ധമായും ചന്ദ്രന് അവകാശമുണ്ട്. അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് ചന്ദ്രനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടദാന പ്രകാരമോ വിൽപത്ര പ്രകാരമോ ചന്ദ്രനിലേക്ക് പ്രമാണമായി അത് ആധാരമാക്കി വെക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വിൽപത്ര പ്രകാരം അച്ഛന് വേണമെന്നുണ്ടെങ്കിൽ അച്ഛന്റെ അവകാശം ചന്ദ്രനിലേക്ക് പിന്നെ മാറ്റിയെടുക്കാം. അതുകൂടാതെ അച്ഛന്റെ കാലശേഷം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പ്രത്യേകിച്ച് പ്രമാണങ്ങളൊന്നും അച്ഛൻ ചമച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വിവാഹമോചനം നേടിപ്പോയ അമ്മയ്ക്ക് അതിൽ അവകാശമില്ലെങ്കിൽ കൂടിയും മക്കൾക്കെല്ലാം അതിനകത്ത് അവകാശമുണ്ട്. പിന്നെ സാറേ, അച്ഛൻ വിവാഹം വേർപെടുത്തിയതിനു ശേഷം അദ്ദേഹം വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്, നിയമപരമല്ലാതല്ല. അതിൽ 3 പെൺമക്കളുണ്ട്. അതെ, പറഞ്ഞോളൂ. അച്ഛൻ വിവാഹം വേർപെടുത്തിയതിനു ശേഷം നിയമപരമായിട്ടല്ലാതെ മറ്റൊരു സ്ത്രീയുടെ കൂടെ താമസിച്ചു. അതിനകത്ത് 3 കുട്ടികളുമുണ്ട്. 3 പേര് വിവാഹം കഴിച്ചിട്ടുമുണ്ട്. അവരുടെ പേരിൽ അച്ഛൻ എന്തെങ്കിലും പ്രമാണം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. അത് ചന്ദ്രൻ കൃത്യമായിട്ട് അത് അന്വേഷിച്ചതിന് ശേഷം നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായിട്ട്
വലിയ ബന്ധമൊന്നുമുള്ള കാര്യങ്ങളല്ല ചന്ദ്രൻ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രന് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുത്തുള്ള ഒരു സിവിൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകന്റെ സേവനം തേടുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിൽ സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക. ഇത് കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. ചന്ദ്രൻ, ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. അതായത് വയോധികരുമായിട്ടുള്ള സീനിയർ സിറ്റിസൺസ്. ഈ സംശയമുള്ള സാറേ. ശരി എന്നാ, ശരി, ആയിക്കോട്ടെ. ശരി, ഓക്കെ. നമ്മുടെ വിഷയത്തിന്റെ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പരമാവധി ശ്രമിക്കുക. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ട്രൈബ്യൂണലിന്റെ അധികാരങ്ങളെ കുറിച്ചാണ്. അപ്പോ ആദ്യം ഒരു അപേക്ഷ അവിടെ ലഭിക്കുന്നു, അതിന്മേൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നു. ഇതിന്റെ നിയമ നടപടി ക്രമങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം ട്രൈബ്യൂണൽ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനകത്ത് ട്രൈബ്യൂണലിന് പരമാവധി 10,000 രൂപ വരെ സംരക്ഷണ ചെലവ് അനുവദിക്കാം. പരമാവധി തുക എന്ന് പറയുന്നത് നിയമാനുസൃതമായി 10,000 രൂപയാണ്. 10,000 രൂപ അനുവദിക്കണമെന്ന് നിർബന്ധമില്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത് ചിലപ്പോൾ 3,000 ആകാം, ചിലപ്പോൾ 5,000 ആകാം, 7,000 ആകാം. മാക്സിമം ട്രൈബ്യൂണലിന് അവാർഡ് ചെയ്യാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 10,000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് ട്രൈബ്യൂണലിന് ജീവനാംശം കൊടുക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം ഇല്ല. പലപ്പോഴും പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിഷയം. അപ്പൊ 4 പേരുണ്ടെങ്കിൽ ആനുപാതികമായി 10,000 രൂപയെ ഡിവൈഡ് ചെയ്തതിന് ശേഷം ആ 4 പേരും കൂടെ കൊടുക്കാൻ ട്രൈബ്യൂണൽ നിർദ്ദേശിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. സാധാരണഗതിയിൽ ട്രൈബ്യൂണലിന്റെ ഓർഡർ ഉണ്ടായിട്ടും നിർദ്ദേശം ഉണ്ടായിട്ടും പല മക്കളും ചില ബന്ധുക്കളും ഒക്കെ തന്നെ ഇത് കൊടുക്കാതെ അതിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഒരു ക്രിമിനൽ കോടതിക്ക് എപ്രകാരമാണോ അവകാശമുള്ളത് അപ്രകാരം അയാളെ അറസ്റ്റ് ചെയ്ത് ട്രൈബ്യൂണലിന്റെ മുമ്പാകെ കൊണ്ടുവരാനും അയാളെ 1 മാസം വരെ തടവിന് ശിക്ഷിക്കുവാനുമുള്ള അവകാശം ട്രൈബ്യൂണലിന് ഉണ്ട്. അപ്പോ അതെ, ആ സമയത്ത് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കോടതി, ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എപ്രകാരമാണോ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിന് സമാനമായ അധികാരങ്ങൾ ഈ ട്രൈബ്യൂണലിലേക്ക് വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കേസിന്റെ വിചാരണ സമയത്ത് ഒരു സിവിൽ കോടതിക്ക് എന്തെല്ലാമാണ് അധികാരങ്ങൾ. അതായത് അപേക്ഷ മേടിക്കുക, അപേക്ഷ മേടിച്ചതിന് ശേഷം എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുക, നോട്ടീസ് അയച്ചതിന് ശേഷം ഇരുഭാഗത്തെയും കേൾക്കുക, അതിനാവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കുക. ആ സമയത്ത് ഒരു സിവിൽ കോടതിയായി ആക്ട് ചെയ്യുന്ന ട്രൈബ്യൂണൽ ഇതിനകത്ത് ആ ട്രൈബ്യൂണലിന്റെ ഒരു ഉത്തരവ് അനുസരിക്കാതെ വരുമ്പോൾ ഒരു ക്രിമിനൽ കോടതിയുടെ എല്ലാ അധികാരത്തോടും കൂടി പ്രവർത്തിക്കുന്നു. അതാണ് അതിനകത്ത് നമ്മൾ വളരെ പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിരിക്കുകയാണ്, അതിലൂടെ കിടക്കാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ. ഒരു സംശയം ചോദിക്കാനാ. പിന്നെ ഈ നടക്കാൻ വയ്യാതെ കിടക്കുന്ന രോഗിയായ ഒരു വൃദ്ധ അവർക്ക് എന്തെങ്കിലും സംശയമല്ല, അവർക്ക് വയ്യ, അവരെ പീഡിപ്പിക്കുക, അവരുടെ സങ്കടം ഒന്ന് വിളിച്ചു പറയാം, ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയാമല്ലോ. എന്നിട്ട് നിങ്ങൾ ഇതുവരെ നമ്പരൊന്നും പറയുന്നത് കേട്ടില്ല, അതുകൊണ്ട് നമ്പർ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ. അതിപ്പോ പറഞ്ഞുതരും, നൽകും. ശരി. ഈ അമ്മ വീട്ടില് വയ്യാതെ അടക്കമാണ്, എന്താണ്? വയ്യാതെ കിടക്കുക. വയ്യാതെ അടക്കമാണ്. അപ്പൊ അമ്മക്ക് മക്കളാരും ഇല്ലയോ? മക്കളുണ്ട്. പിന്നെ അത് ഇതിൽ കൂടെ പറയാൻ പറ്റത്തില്ല, അതൊരു രഹസ്യമാ. ഒരു മോനുണ്ട്, ഭയങ്കര ഒരു ഉദ്യോഗസ്ഥനാ. ആ വൃദ്ധയ്ക്ക് പിന്നെ ഒരു മോനേ ഉള്ളു. അയാൾ ഉദ്യോഗസ്ഥനാ. ഒരു വീട്ടിന്റെ താഴെയാ പിന്നെ അവര് താമസിക്കുന്നത്. മോളിൽ ഈ വൃദ്ധ മാത്രമേ ഉള്ളൂ. ഈ മോൻ വരുമ്പം ചെന്ന് ഒരു ജോലിക്കാരിയെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഈ മക്കൾക്കെതിരെ പരാതി നൽകണമെങ്കിൽ അമ്മയ്ക്ക് എതിരെ അല്ല പരാതി, അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും. ഇത് ഞാൻ അന്വേഷിക്കാം, അതിന് ഏത് നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ അവർ. അമ്മ എഴുതിയെടുത്തോ. 2 നമ്പറുണ്ട്. ഒന്ന് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ നമ്പറുണ്ട്. അപ്പൊ ജില്ലാ സാമൂഹ്യനീതി വകുപ്പാണ് വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ ഫോൺ നമ്പർ എഴുതിയെടുത്തോ. 0474 27 90 രണ്ടാമത്തെ നമ്പരോ? രണ്ടാമത്തെ നമ്പർ അത് നമ്മുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ്. തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന എൽഡർ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനത്തിന്റെ നമ്പറാണ്. അത് വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ്. ഒരു ടോൾ ഫ്രീ നമ്പറാണ്. എഴുതിയെടുത്ത് 14567. 14567.
നന്ദി. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തുടരാൻ. അല്ല, അതിനു മുമ്പ് ഒരു കോൾ എത്തിയിരിക്കാം. ഓക്കെ, ഹലോ ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ. ഞാൻ സാറിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാൻ വിളിച്ചു. എനിക്ക് ഒരു മാമനുണ്ട്. മാമ 30 വർഷം എന്റെ കൂടെ വന്നിട്ട്. എന്നിട്ട് മാമന് മക്കളുണ്ട്, ഉദ്യോഗസ്ഥരും നല്ല പണമൊക്കെ ഉള്ളവർ തന്നെ. എനിക്കാണെങ്കിൽ എന്റെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. എനിക്ക് അമ്മയുണ്ട്, 95 വയസ്സുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. എനിക്ക് വരുമാനമില്ല, ഞാൻ തയ്ച്ചൊക്കെയാണ് കഴിയുന്നത്. അങ്ങനെ മാമിന് ഈ ഇടയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോ ഞാൻ മക്കളെ വിളിച്ചു. എന്നിട്ട് മക്കൾക്ക് വന്ന് മാമനെ ഒന്ന് കാണാൻ പോലുള്ള മനസ്സില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അതിനകത്ത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ചോദ്യം ചോദിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, പേരെങ്ങനെയാണെന്നാ പറഞ്ഞത്? എന്റെ പേര് അനിത. അനിതയുടെ മാമൻ അനിതയോടൊപ്പം താമസിച്ചു വരികയാണ്. 35 വർഷമായി അനിതയോടൊപ്പം താമസിച്ചു വരികയാണ്. അമ്മ ജീവിച്ചിരിപ്പുണ്ട് അല്ലേ? എന്റെ അമ്മയുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അമ്മാവന് പ്രായപൂർത്തിയായ വരുമാന മാർഗങ്ങളുള്ള മക്കളുണ്ട്. അവര് അമ്മാവനെ സംരക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മാവൻ മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തുള്ള ട്രൈബ്യൂണലിലോ RDO ഓഫീസിനോട് അനുബന്ധിച്ചുള്ള, എവിടെയാണ് അമ്മാവൻ മുമ്പ് താമസിച്ചിരുന്നത്? എവിടെയാണ് നീരാവിൽ എന്ന് പറയുന്ന സ്ഥലം? കൊല്ലത്ത് തന്നെയാണ്. കൊല്ലം തന്നെയാണ്. അപ്പോ പിന്നെ ഇപ്പൊ താമസിക്കുന്നതും കൊല്ലത്ത് തന്നെയാണ്. അപ്പൊ കൊല്ലത്ത് RDO ഓഫീസിനോട് അനുബന്ധിച്ചുള്ള മെയിന്റനൻസ് ട്രൈബ്യൂണലിൽ വന്ന് ഈ മക്കളെ എതിർകക്ഷികളാക്കിക്കൊണ്ട്, എല്ലാ മക്കളുടെയും അഡ്രസ്സൊക്കെ അറിയാമായിരിക്കുമല്ലോ. രണ്ടുപേരെ അറിയാളൂ, ഒരാളുടെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോ ആ അറിയാവുന്ന കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോം Aയിൽ അപേക്ഷ കൊടുക്കുക. അതിന് മെയിന്റനൻസ് ട്രൈബ്യൂണലിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും നിങ്ങളെ സഹായിച്ചതിന് ശേഷം, ആ അപേക്ഷ കൈപ്പറ്റിയതിനു ശേഷം ഈ അമ്മാവന്റെ മക്കൾക്ക് നോട്ടീസ് അയക്കുകയും അവരെ ട്രൈബ്യൂണലിൽ വിളിച്ചു വരുത്തുകയും അമ്മാവനെ സംരക്ഷിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ, സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്കൊന്ന് ഇതിനെ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നത്, പറയാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്പർ പറയാനൊന്നും ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ തുടരാം. നമ്മൾ ഈ വേറൊരു വിഷയം കൂടെ പറയേണ്ടത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിന്റെ തുടർച്ച എന്നോണം, അതായത് ഈ മക്കൾ ഒന്നുമില്ല, അപ്പൊ അവരുടെ മെയിന്റനൻസ് അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ ബാങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, മോർഗേജ് ചെയ്യാൻ. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് എനിക്കൊന്ന്. ബാങ്കിൽ ഉള്ള സിസ്റ്റം എന്ന് പറയുന്നത് അത് റിവേഴ്സ് മോർഗേജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ലോൺ സമ്പ്രദായമാണ്. അതായത് നമ്മുടെ കൈവശമുള്ള വസ്തുക്കളുടെ രേഖകൾ ബാങ്കിൽ സമർപ്പിക്കുമ്പോൾ അത് ബാങ്ക് നമുക്കൊരു ലോൺ തരികയാണ്. ആ ലോൺ തന്നതിന് ശേഷം പിന്നീട് നിശ്ചിത കാലഘട്ടത്തിന് ശേഷം ബാങ്ക് ആ വായ്പ തിരിച്ചു പിടിക്കും. ആ തിരിച്ചു പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അടയ്ക്കേണ്ടുന്നത് അവകാശികളാണ്. മക്കളുണ്ടെങ്കിൽ മക്കൾ, കൊച്ചുമക്കളുണ്ടെങ്കിൽ കൊച്ചുമക്കൾ, അല്ലെങ്കിൽ ഈ വയോധികയുടെ അല്ലെങ്കിൽ മാതാപിതാവിന്റെ സ്വത്ത് കൈകാര്യം ചെയ്തു വരുന്ന ആരെങ്കിലും, ബന്ധു എന്നതിന്റെ പരിധിയിൽ നിൽക്കുന്ന ആരെങ്കിലുമാണ് അത് അടയ്ക്കേണ്ടുന്നത്. അടയ്ക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഇതിന്റെ ഉടമസ്ഥാവകാശം ബാങ്കിലേക്ക് പോകും. അത് എനിക്കൊന്ന് പലരും ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ 10,000 രൂപ വരെ സംരക്ഷണ ചെലവ് നൽകുവാനുള്ള അവകാശം ഈ ട്രൈബ്യൂണലിലുണ്ട്. അതുപോലെ തന്നെ അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് ആരാണോ ഈ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ജീവനാംശം നൽകേണ്ടുന്നത് അവരെ വിളിച്ചു വരുത്തി അവർക്ക് 1 മാസം വരെ തടവ് ശിക്ഷ നൽകുവാനും, അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവർ ഈ പണം അടയ്ക്കുവാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് അവരുടെ തടവ് ശിക്ഷ ഒഴിവാക്കി കൊടുക്കുവാനുള്ള. അപ്പോൾ അതിനകത്ത് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇത് കുടുംബ ബന്ധങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നിയമമാണ്. അപ്പോൾ അതിനകത്ത് ഈ നിയമം നടപ്പിലാക്കുന്നവർക്കും നിയമത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്കും വാശി ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു മാതാവിനോ പിതാവിനോ ജീവനാംശം കൊടുക്കാൻ ബാധ്യസ്ഥയായിട്ടുള്ള ഒരു മകനെയോ മകളെയോ ട്രൈബ്യൂണലിന് മുമ്പാകെ വിളിച്ചു വരുത്തി നിങ്ങളെ ഞങ്ങൾ ഈ ജീവനാംശം കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് ജയിലിലേക്ക് അയക്കുകയാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഒരു പോർഷൻ വാങ്ങിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു അണ്ടർടേക്കിംഗ്, ഒരു ഉറപ്പ് എഴുതി വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഇത്ര നിശ്ചിത കാലയളവിനുള്ളിൽ ഈ മെയിന്റനൻസ് ജീവനാംശം കൊടുത്തു തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞ് അവരെ ആ തടവ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും, അതുപോലെ തന്നെ മുഴുവൻ എമൗണ്ടും അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തടവ് ശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നതിനും ഒക്കെയുള്ള അവകാശം ഈ ട്രൈബ്യൂണലിനുണ്ട്. അതിനകത്ത് ഒരു ക്രിമിനൽ കോടതിയുടെ എല്ലാ
സ്വഭാവങ്ങളോടും കൂടി ട്രൈബ്യൂണൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള അർത്ഥമില്ല. ഇതിന്റെ മാനുഷിക മുഖം എപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ട്രൈബ്യൂണൽ പ്രവർത്തിക്കുന്നത്. കുടുംബമാണ് എന്നുള്ളത്. അതെ അതെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശം, ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക. ആ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിലൂടെ നല്ലൊരു സമൂഹം ഉണ്ടാവുക. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആ സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം മാതാപിതാക്കളും മുതിർന്ന പൗരന്മാരും സുഖമായി ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ നിയമം. എനിക്കൊരു കോൾ വന്ന, ഓക്കെ, അതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ കൃഷ്ണൻ. ചോദിച്ചോളൂ. നമസ്കാരം സാർ. കേൾക്കാം. കുറച്ചും കൂടെ ഉറക്കെ പറയാമോ? നമസ്കാരം സാർ. ഓക്കെ, പറഞ്ഞു. ഞാൻ പൊതുവെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഓക്കെ സാറേ, നമസ്കാരം. മറ്റു സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. പേരെന്താണ് പറഞ്ഞത്? എന്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ മുണ്ടക്കൽ നിന്ന് വിളിക്കുന്നു. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ പോയത് ഞാൻ പൊതുവെയുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നിലവിൽ നമ്മളെ വൃദ്ധസദനങ്ങളിലും ഈ മെന്റൽ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇവരുടെ അസുഖം ഭേദമായിട്ടും തിരിച്ചു വീടുകളിൽ കൊണ്ടുപോകാൻ തയ്യാറാകാത്ത ഒരുപാട് മക്കളുണ്ട്. അപ്പൊ അവരുടെ ഈ സ്വത്തുക്കളും മോതിരങ്ങളൊക്കെ അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട്. അവർക്ക് പരാതിപ്പെടാനോ അതിന് സഹായം ചെയ്യാനോ ആരും തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അന്വേഷണങ്ങളോ അല്ലെ ഇവരെ എല്ലാം നിയമ നടപടി കൊണ്ടുവന്ന് ഇവരുടെ സ്വത്ത് അല്ലെ ഇവരുടെ മുതലുകളെല്ലാം എവിടെ തിരിച്ച് കിട്ടത്തക്ക രീതി അല്ലെ ഗവൺമെന്റിലോട്ട് കൊണ്ടുവരത്തക്ക രീതിയിൽ എന്തെങ്കിലും നിയമ നടപടികളിലോ? അത് കൃഷ്ണൻ ചോദിച്ചത് വൃദ്ധസദനങ്ങളിലും മറ്റും താമസിക്കുന്ന, ഷെൽട്ടർ ഹോമുകളിലും മറ്റും താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു സംശയമാണ്. അവരുടെ സ്വത്ത്, അതെ, അവരുടെ സ്വത്ത് അവരുടെ നല്ല കാലത്ത് മക്കൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വത്ത് ഇപ്പോഴും മക്കൾ കൈവശം വെച്ച് അനുഭവിക്കുന്നു. മക്കൾ അവരെ സംരക്ഷിക്കുന്നില്ല. ആ സംരക്ഷിക്കാത്ത ആളുകളെ നിയമ നടപടികൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള നിയമത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കൃഷ്ണന് ഇത് വ്യക്തിപരമായ ആരുടെയെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കൃഷ്ണന് തന്നെ ഇതിനകത്തൊരു പരാതി ട്രൈബ്യൂണലിൽ കൊടുക്കാവുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്രകാരം ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന്, മക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്ര കടുത്ത അനാസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണന് തന്നെ, അത് കൃഷ്ണൻ എന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ കൃഷ്ണൻ ചോദിച്ചത് കൊണ്ടാണ്, ചോദ്യകർത്താവ് കൃഷ്ണനായതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞത് അത് പൊതുവായിട്ടുള്ള ചോദ്യമാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞത് ഞാൻ ഉൾക്കൊള്ളുന്നു. അപ്പൊ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഈ ട്രൈബ്യൂണലിന്റെ മുൻപാകെ കൊണ്ടുവന്ന് അവരുടെ മക്കളെ മുഴുവൻ ട്രൈബ്യൂണലിന്റെ മുമ്പാകെ വിളിച്ചു വരുത്തി അതിന് ന്യായയുക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവർ തന്നെ ഈ പരാതി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലേ രഞ്ജിത്ത്? ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, വ്യക്തികൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലെ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ട്രൈബ്യൂണലിന് മുമ്പാകെ അരക്ഷിതാവസ്ഥയുള്ള ഒരു മാതാവിനെയും പിതാവിനെയും ഒരു മുതിർന്ന പൗരനെയും പ്രതിനിധാനം ചെയ്ത് അവിടെ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചത്, ആ സ്വത്തുക്കൾ, അതായത് അമ്മയുടെയും അച്ഛന്റെയും അല്ലെങ്കിൽ മുതിർന്ന പൗരന്റെയും കാലഘട്ടത്തിൽ നല്ല സമയത്ത് മക്കളുടെ പേരിൽ എഴുതി കൊടുത്ത സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ, ഞാൻ പറയുന്നത് കൃഷ്ണൻ കേൾക്കുന്നുണ്ടല്ലോ, ആ സ്വത്തുക്കൾ അമ്മയും അച്ഛനും വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രൈബ്യൂണൽ മുഖേന തന്നെ നമ്മുടെ ആക്ടിലെ സെക്ഷൻ 23 വളരെ കൃത്യമായി പറയുന്നത്, അപ്രകാരം സ്വത്തുക്കൾ എന്തെങ്കിലും മകന്റെയും മകളുടെയും അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെയും പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, അവരുടെ പ്രായാധിക്യ സമയത്ത് അവരെ സംരക്ഷിക്കുന്നില്ല എന്നുണ്ട്, ഈ പ്രമാണം റദ്ദ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊരു സിവിൽ കോടതിയെ സമീപിച്ചാണ് അതിന് പരിഹാരം കാണാറ്. പക്ഷേ ഈ നിയമം അനുസരിച്ച്, ഈ നിയമത്തിന്റെ 23-ാം വകുപ്പ് അനുസരിച്ച് ആ പ്രമാണം റദ്ദാക്കാൻ ഈ ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. മക്കളുടെ പേരിൽ എഴുതി കൊടുത്ത, മകന്റെയോ മകളുടെയോ പേരിൽ എഴുതി കൊടുത്ത, അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെ പേരിൽ എഴുതി കൊടുത്ത ഒരു പ്രമാണം റദ്ദാക്കുവാൻ ഈ ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത് ഇപ്രകാരം മക്കളുടെയൊക്കെ പേരിൽ അവരുടെ നല്ല സമയത്ത്, സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് പ്രമാണങ്ങൾ ചമച്ചു കൊടുക്കുക മാതാപിതാക്കളുടെ ഒരു സ്വഭാവമാണ്, അവരുടെ സ്നേഹത്തിന്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനെ എഴുതി കൊടുക്കുന്ന സമയത്തും അവരുടെ ഒരു നല്ല ഭാവിയെ മുൻനിർത്തി, ഭാവിയിൽ എന്നെ സംരക്ഷിക്കാനുള്ള എന്നെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്റെ മകനും മകളും ഏറ്റെടുക്കണമെന്നും
അപ്രകാരം അവർ ചെയ്യാതെ വന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതിത്തരുന്ന ഈ പ്രമാണം റദ്ദാക്കാനുള്ള അവകാശം എനിക്കുണ്ടായിരിക്കുമെന്നും ആ പ്രമാണത്തിൽ എഴുതി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞത് കൃഷ്ണനെ പിടികിട്ടുന്നുണ്ടോ? അതെ, അതായത് മക്കൾക്ക് പ്രമാണം എഴുതി കൊടുക്കുമ്പോൾ ധനയിച്ഛയാധാരമായാലും, ധനയിച്ഛയാധാരമായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും എപ്പോഴും സംഭവിക്കുന്നത്, ധനയിച്ഛയാധാരം എഴുതി കൊടുക്കുമ്പോൾ എന്റെ അവകാശം, എന്റെ ഈ പ്രോപ്പർട്ടിയിന്മേലുള്ള അവകാശം നിങ്ങൾക്ക് തരുമ്പോൾ എന്നെ നിങ്ങൾ നിർബന്ധമായും സംരക്ഷിക്കണമെന്നും അപ്രകാരം സംരക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്കിപ്പോൾ എഴുതിത്തന്ന ഈ പ്രമാണം റദ്ദാക്കുന്നതിനുള്ള അവകാശം എനിക്കുണ്ടായിരിക്കുന്നതാണെന്നും ആ പ്രമാണത്തിൽ എഴുതി ചേർക്കുന്നത് നല്ലതാണ്. ഞാനിത് പ്രത്യേകമായി പറയുന്നതിന്റെ കാര്യം, നമ്മുടെ നിയമത്തിൽ ഇപ്രകാരം ഒരു നിബന്ധന എഴുതി ചേർക്കണമെന്ന് വ്യക്തമായി പറയുന്നില്ല എങ്കിലും ഇപ്പോൾ അടുത്തിടെ വന്നിട്ടുള്ള കോടതി വിധികളിലെല്ലാം, ഹൈക്കോടതിയുടെയും അടുത്ത സമയത്ത് സുപ്രീം കോടതിയുടെയും ഒരു വിധി വന്നിരിക്കുന്നത് ഇപ്രകാരമുള്ള നിബന്ധനകൾ എഴുതി ചേർക്കാത്ത പ്രമാണങ്ങൾ ക്യാൻസൽ ചെയ്യുന്നതിന്, റദ്ദാക്കുന്നതിന് ട്രൈബ്യൂണലിന് അവകാശമില്ല. അവർക്ക് അപ്രകാരം ആവശ്യമുണ്ടെങ്കിൽ ഒരു സിവിൽ കോടതിയെ സമീപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ, അവരോട് സ്നേഹമുള്ള മക്കളായിരിക്കും, നാളെ അങ്ങനെ ഒന്നും ചെയ്യുമെന്നല്ല നമ്മൾ പറയുന്നത്, എങ്കിലും ഒരു കരുതൽ എന്നുള്ള നിലയിൽ ഇപ്രകാരം ഒരു നിബന്ധന എഴുതി ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. അതെ, ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് തുടരാം. ആകെ ഒരു ചോദ്യം മാത്രമാണ് നമ്മുടെ നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അല്ലേ, ബാക്കിയെല്ലാം പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ. നമ്മൾ നേരത്തെ സംസാരിച്ചു കൊണ്ടുവന്നതുപോലെ ഈ വളരെ പ്രധാനപ്പെട്ട സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഏത് സ്ഥലത്തെ ട്രൈബ്യൂണലിലാണ് ഇതിന് ഒരു അപേക്ഷ കൊടുക്കേണ്ടുന്നത് എന്നുള്ളതാണ്. എവിടെയാണ് കൊടുക്കേണ്ടത്? പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നിയമത്തിനകത്ത് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നതോ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നതോ ആയിട്ടുള്ള മെയിന്റനൻസ് ട്രൈബ്യൂണൽ, അതിന്റെ സബ് ഡിവിഷൻ എവിടെയാണോ അവിടെയുള്ള മെയിന്റനൻസ് ട്രൈബ്യൂണലിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എതിർകക്ഷികൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അതിനകത്തെല്ലാം അപേക്ഷകന് എപ്രകാരമാണോ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടേണ്ടത്, ഏത് രീതിയിലും അപേക്ഷകനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ നിയമം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ഞാൻ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനിക്കൊന്ന് നേരത്തെ ചോദിക്കാൻ വേണ്ട, ഈ എനിക്കൊന്ന് ഒരു 6 വയോധികരിൽ എടുത്താൽ ഒരാളും അല്ലെ എനിക്കൊന്ന് മാനസികമായിട്ട് പീഡനം ഏൽക്കുന്നതാണ് കണക്ക് പറയുന്നത്. അപ്പോൾ മാനസിക പീഡനം വലിയൊരു പ്രശ്നമാണ്. അല്ല, കുടുംബങ്ങളിലായാലും ഈ സമൂഹത്തിലായാലും എല്ലാം ഈ വയോധികരുടെ മേൽ അതിക്രമിച്ച് കയറുക എന്നുള്ളൊരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതിന് എങ്ങനെ നിയമ പരിരക്ഷ? അതിനകത്ത് നമ്മുടെ നിയമത്തിന്റെ പേര് തന്നെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനും ഉള്ള നിയമം എന്നുള്ളതാണ്. അപ്പൊ സംരക്ഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് പൊതുവിൽ നമ്മൾ ഈ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഒരു അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ 3 കാര്യങ്ങളാണ്. പിന്നീട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മരുന്ന്, ചികിത്സാ സംവിധാനങ്ങൾ. പക്ഷേ ഈ നിയമത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, അവർക്ക് മാനസിക ഉല്ലാസത്തിനുള്ള ഉപാധികൾ കൂടി ഈ നിയമത്തിന്റെ പരിധിക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് വൃദ്ധസദനങ്ങളും ബാക്കി ഷെൽട്ടർ ഹോമുകളിലും അത്തരത്തിലുള്ള ഉപാധികൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന് നിയമത്തിനകത്ത് പറയുന്നുണ്ട്. സ്വാഭാവികമാണ്, മക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടും അകന്നു കഴിയുന്ന ഒരു വയോധികൻ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, ഒറ്റപ്പെടലിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിയമം അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വൃദ്ധസദനങ്ങളിലും ഒക്കെ ഈ വയോജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് മാനസികോല്ലാസത്തിനുള്ള കാര്യങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് ഈ നിയമത്തിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഓരോ സ്ഥലവും എടുക്കാം. വീടിനകത്ത് നിശബ്ദമായിട്ട് സഹിക്കുന്ന മാതാപിതാക്കളുണ്ട് അല്ലെ, അത് എനിക്കൊന്ന് വലിയൊരു പ്രശ്നമാണ്. ഈ മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ ഈ പറഞ്ഞ ക്രൂരമായ വാക്കുകളും അല്ലെ, ശാരീരികമായ പീഡനങ്ങൾ ഉൾപ്പെടെ ഞാൻ അത് എടുത്തു പറയുകയാണ്. അതൊക്കെ വളരെ അയ്യോ മക്കളല്ലേ എന്ന് പറഞ്ഞ് നിശബ്ദമായിട്ട്. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ സമൂഹത്തിൽ ആർക്കൊക്കെ, ഇപ്പൊ അയൽക്കാർക്ക് വേണമെങ്കിൽ പരാതിപ്പെടാം, അങ്ങനെ ഉറപ്പായിട്ടും. അത് എങ്ങനെയായിരിക്കണം? അതിന്റെ നിയമപ്രകാരമുള്ള പരാതി കൊടുക്കേണ്ടത് ട്രൈബ്യൂണലിൽ തന്നെയാണ്, മെയിന്റനൻസ് ട്രൈബ്യൂണലിൽ തന്നെയാണ്. അപ്പൊ ആർക്കൊക്കെ പരാതി കൊടുക്കാം എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പൊ യഥാർത്ഥത്തിൽ അതിനകത്ത് അഗ്രീവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ അച്ഛൻ, അമ്മ, മുതിർന്ന പൗരൻ, അവർക്ക് ആണ് ഈ അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് സ്വന്തം നിലയ്ക്ക് പരാതി കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് അവർക്ക് പരാതി നൽകാം. പഞ്ചായത്ത് മെമ്പർ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിക്കാരനായി ട്രൈബ്യൂണലിനെ സമീപിക്കാം.
പോലീസിന് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധികാരങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ കൂടിയും ഇപ്രകാരം ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റേഷനിലെ SHO പരാതിക്കാരനായി ട്രൈബ്യൂണലിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഈ പരാതിക്കാരനെ റെപ്രസെന്റ് ചെയ്യുവാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, പഞ്ചായത്ത് മെമ്പർക്കുണ്ട്, പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഈ നിയമം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ, പഞ്ചായത്ത് അംഗങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം മാത്രമേ ഇതിൽ നടക്കുന്നുള്ളൂ. ഓണി പറഞ്ഞ കാര്യം ഒരു വളരെ നമ്മുടെ പല അമ്മമാരും അച്ഛന്മാരും മുതിർന്ന പൗരന്മാരും ഒക്കെ വീടുകളിൽ വളരെ മാനസിക സംഘർഷം സഹിച്ചു കഴിയും. അതെ, അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഇവർക്ക് നല്ല പെൻഷനൊക്കെ കാണും. ഈ തുക അപഹരിക്കാനായിട്ട് ബന്ധുക്കളോ മക്കളോ ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ അവർക്ക് ഭൗതികമായിട്ട് ചിന്തിക്കാനോ ഒക്കെ ചിലപ്പോൾ ശേഷി കുറവാണ്. ചിലപ്പോൾ എന്തെങ്കിലും ആൽസൈമേഴ്സ് ഡിസീസ് പോലുള്ള ഓർമ്മക്കുറവൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പരിരക്ഷ എങ്ങനെ ഉറപ്പാക്കാം? അത് അത് ആരെങ്കിലും അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് പല സംവിധാനങ്ങൾ, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ അതിനകത്ത് അവിടെ ഒരു ലിസ്റ്റ്, അതായത് വയോജനങ്ങളുടെയും മുതിർന്ന പൗരന്മാരുടെയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന ആളുകളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാകണമെന്നും അത് മാസം തോറും ആ പോലീസ് സ്റ്റേഷനിലെ SHO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അത് റിവൈസ് ചെയ്ത് അതിനെ ഒന്ന് പുനർക്രമീകരിച്ച് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇനി എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അതിനെ സംബന്ധിച്ചൊരു ചർച്ച ആ സ്റ്റേഷനിൽ ഉണ്ടാകണമെന്നും അതിന്റെ ഒരു റിപ്പോർട്ട് SP കൊടുക്കണമെന്നും SP അത് പോലീസ് ഉത്തരവാദിത്തപ്പെട്ട, അതായത് സംസ്ഥാന തലത്ത് DGP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഈ നിയമത്തിനകത്ത് പ്രത്യേകം പറയുന്നു. മാത്രമല്ല SP ഓഫീസിൽ നിന്നും അത് ജില്ലാ കളക്ടറേറ്റിലേക്ക്, കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയുണ്ട്, ആ സമിതിയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായി. അപ്പൊ അതിനകത്ത് എല്ലാം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പൊതുജനങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ, ഒരു വീട്ടിനകത്ത് ഒരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഒരു മുതിർന്ന പൗരനോ ആ വീട്ടിനകത്ത് മാനസികമായോ ശാരീരികമായോ പീഡനം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതിനകത്ത് തൊട്ട് അയൽപ്പക്കത്ത് താമസിക്കുന്ന ആളിനോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്കോ അപ്രകാരമുള്ള ആളുകൾക്കായിരിക്കാം ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു അകന്ന ബന്ധുവിനോ അവർക്കൊക്കെ ആയിരിക്കും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവര് സ്വാഭാവികമായി ട്രൈബ്യൂണലിനെ സമീപിക്കുന്നതിനേക്കാൾ മുമ്പ് അവർ സമീപിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആയിരിക്കും. പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്നും മാറി നിൽക്കാനൊന്നും പറ്റില്ല. പോലീസിന് ഇതിനകത്ത് ഈ നിയമപ്രകാരം പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും പറയുന്നില്ല എങ്കിൽ കൂടിയും പോലീസ് തന്നെ പരാതിക്കാരനായി ഈ ട്രൈബ്യൂണലിന് മുമ്പാകെ റെപ്രസെന്റ് ചെയ്ത് ഈ പരാതിക്കാരനെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം പോലീസിനുണ്ട്. അപ്രകാരമുള്ള വിപുലമായ കാര്യങ്ങൾ ഒരു മുതിർന്ന ജനമൈത്രി സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച്, പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ഒരു ലിസ്റ്റ് പല ജനമൈത്രി സ്റ്റേഷനുകളിലും സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാരെ കൂടുതൽ അവരെ വീടുകളിലെത്തി അവരുടെ ക്ഷേമം ഉറപ്പാക്കുക, സംരക്ഷണം ഉറപ്പാക്കുക, അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പല സ്റ്റേഷനുകളിലും നടത്തുന്നു. അത്തരത്തിലുള്ള നല്ല മാതൃകകൾ മറ്റ് സ്റ്റേഷനുകളിലും കൂടെ. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കണം. ഇത് അയൽപ്പക്കക്കാരിൽ നിന്നൊക്കെ വളരെ ഭീഷണി നേരിടുന്നുണ്ട്. അവരുടെ ഈ പറഞ്ഞ ഇവർ ഒറ്റയ്ക്കായിരിക്കും പ്രായം ചെന്നവർ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ വാഴ വന്ന് വെട്ടിയെടുത്തുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെ ഉള്ള ഈ മാനസികമായിട്ടും ഈ ശാരീരികമായിട്ടുള്ള അതിക്രമങ്ങൾ അപ്പോൾ അയൽപ്പക്കത്തു നിന്നുണ്ടാകാം. ചിലപ്പോൾ ചിലർ ബന്ധുക്കളിൽ നിന്നായിരിക്കാം വന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു പറിക്കുക, മാല എടുത്തുകൊണ്ട് പോവുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെ പ്രധാനമായത് ട്രൈബ്യൂണലിലും ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മളെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്ന വീഡിയോസ് സോഷ്യൽ മീഡിയ വരും, വാർത്താ മാധ്യമങ്ങൾ വഴിയും. അപ്പൊ അത്തരം കേസുകളിൽ ട്രിബ്യൂണൽ ഇടപെട്ട് സ്വമേധയാ കേസെടുക്കാനുള്ള, സ്വന്തം നിലയ്ക്ക് കേസ് സുമോട്ടോ കേസുകളെടുക്കാനുള്ള ഒരു അധികാരം ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിന്റെ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ബന്ധപ്പെട്ട പൊതുജനങ്ങൾ ചെയ്യേണ്ടത്. രഞ്ജിത്ത്, അതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പോലീസ് സ്റ്റേഷനിൽ ഈ മുതിർന്ന പൗരന്മാർ, ഒറ്റപ്പെട്ട് താമസിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. സാധാരണഗതിയിൽ SHOയുടെ നേതൃത്വത്തിൽ ഈ ബീറ്റിനൊക്കെ പോലീസുകാർ ബീറ്റിനൊക്കെ ഇറങ്ങുമ്പോൾ ഈ ലിസ്റ്റ് കൂടെ കൊണ്ടുപോകണമെന്നും ഈ ഇപ്രകാരം താമസിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ വീടിന് സമീപം ചെന്ന് അവിടെ എന്തെങ്കിലും സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും അപകട സാഹചര്യം ഉണ്ടോ, വേണമെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് ഞങ്ങൾ പുറത്തുണ്ട്, ഞങ്ങൾ സംരക്ഷകരായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറയുവാനുള്ള നിർദ്ദേശങ്ങൾ പോലീസിന് പൊതുവായിട്ട് കൊടുത്തിട്ടുണ്ട്. പോലീസിന് അപ്രകാരമുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് SP അവർ റിപ്പോർട്ട് ചെയ്യേണ്ടുന്നതും SP അത് കളക്ടറേറ്റിൽ കൊടുക്കേണ്ടതും. അപ്രകാരം നിയമത്തിനകത്ത് ഈ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ ഈ സംരക്ഷണം ഉറപ്പാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഉത്തരവാദിത്തമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അപ്രകാരം ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പത്രത്തിലൊക്കെ വായിക്കാറുള്ള ഒരു കാര്യമാണ്. ഇപ്പം വൻ നഗരങ്ങളിലുള്ള ഒരു കാഴ്ചയാണ്.
ഈ പ്രായം ചെന്നവര് വീട്ടിനുള്ളിൽ മരിച്ചു കിടന്ന് കുറെ ദിവസം കഴിഞ്ഞ് അല്ലെ അറിയുന്ന ഒരു അവസ്ഥയൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ ബീറ്റ് പോലീസിന് ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലേ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞത് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ സ്ത്രീകൾ അല്ലെ, വയോധികരായ സ്ത്രീകൾ പുരുഷന്മാരെക്കാട്ടും കൂടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അവരും ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് ഈ പറഞ്ഞ കണക്ക് നേരിടുന്നുണ്ട്, മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും. അവര് സ്ത്രീ എന്നുള്ള നിലയിലുള്ള സംരക്ഷണം, എനിക്ക് സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് കുറെ നിയമം കുറച്ചും കൂടെ കൂടുതൽ പ്രൊട്ടക്ഷൻ അവർക്ക് നൽകുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് എനിക്ക് അത് ഗാർഹിക പീഡന നിരോധന നിയമം നമ്മുടെ രാജ്യത്ത്, അതായത് ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുക, പ്രായം ചെന്ന എല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ മാത്രം ഉന്നമനത്തിനെയും ക്ഷേമത്തിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നിയമവും ഗാർഹിക പീഡന നിയമത്തിലെ പല വകുപ്പുകളും തമ്മിൽ ഒത്തുപോകുന്ന രീതിയിൽ ല്ല. അത് പല കേസുകളിലും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയൊക്കെ മുമ്പിൽ വന്നിട്ടുള്ള പല കേസുകളിലും നമ്മൾക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോ ഒരു വീട്ടിലെ ഒരമ്മ മകനും മരുമകൾക്കുമെതിരെ മകനെയും മരുമകളെയും കൂടെ എതിർകക്ഷികളാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മകനും മരുമകളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, എന്നെ സംരക്ഷിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം എന്ന് ട്രൈബ്യൂണലിൽ ഒരു പരാതി കൊടുത്ത് ആ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ മരുമകൾ ക്രിമിനൽ കോടതിയിൽ ചെന്ന് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എന്റെ ഭർത്താവും അമ്മയും ചേർന്നുകൊണ്ട് എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നു, എനിക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്, അതുകൊണ്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിൽ നിന്നും കോടതി എന്നെ ഈ അമ്മയെയും മകനെയും നിരോധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ വരുമ്പോൾ, കേസുകൾ വരുമ്പോൾ നിയമം രണ്ട് രീതിയിൽ ചലിക്കുകയാണ്. അത് നമ്മൾ സമ്മതിക്കുന്നു. നിയമം രണ്ട് രീതിയിലാണ് അവിടെ മൂവ് ചെയ്യുന്നത്. അതിനകത്തൊക്കെ പറയുന്ന കാര്യമെന്ന് പറയുന്ന ഈ മെയിന്റനൻസ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കേസുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു കോടതികൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഗണിക്കാതിരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് പൊതുവിൽ ഇക്കാര്യങ്ങളിൽ നമുക്ക് പറയാനുള്ളത്. കാര്യം ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുമ്പോൾ അതും സ്ത്രീകളുടെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ നിയമങ്ങളെല്ലാം ബോബി മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യം, ഈ നിയമങ്ങളെല്ലാം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതെ അതെ അതെ, പ്രതികാരം നടപടിയായിട്ട് പലരും പ്രതികാരം ചേർക്കാൻ എനിക്ക് അമ്മമാരും ചെയ്യുന്നുണ്ട്, നന്നായി നോക്കുന്ന മാതാപിതാക്കൾ. ചിലപ്പോൾ ഒരു 4 മക്കളുണ്ടെങ്കിൽ അതിൽ 2 മക്കൾ അമ്മയും അച്ഛനെയും നന്നായി നോക്കുന്നവരായിരിക്കാം. ഈ 4 മക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ നോക്കാതിരിക്കുന്ന മക്കൾ പൊടുന്നനെ വന്നിട്ട് പല സ്ഥലങ്ങളിലും പരാതി കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ബാക്കി 2 പേർ നന്നായി നോക്കിക്കൊണ്ടിരിക്കുന്ന 2 പേരും അവരുടെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് അച്ഛനെയും അമ്മയും പീഡിപ്പിക്കുകയാണ്. അപ്പൊ അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളായിരിക്കും അതിന്റെ പുറകിലുള്ളത്. അപ്പൊ എല്ലാ നിയമങ്ങളെയും മിസ്യൂസ് ചെയ്യുവാനുള്ള ഒരു ട്രെൻഡ് അത് ഗാർഹിക പീഡന നിരോധന നിയമത്തിലും ഉണ്ട്, എല്ലാ നിയമത്തിലും ഉണ്ട്. അതാണ്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞത് 10,000 രൂപ വരെ ജീവനാംശം അനുവദിക്കാൻ ഈ ട്രൈബ്യൂണലിന് അധികാരമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അത് 30 ദിവസത്തിനകം എതിർകക്ഷികൾ നൽകിയിരിക്കണം. അതിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ആ 30 ദിവസത്തിന് ഉള്ളിൽ അത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നൽകുന്ന തുകയ്ക്ക് 5 മുതൽ 18% വരെ പലിശ ഈടാക്കി കൊടുക്കുവാൻ ട്രൈബ്യൂണലിന് അവകാശമുണ്ട്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ ട്രൈബ്യൂണലിൽ മാത്രം, മെയിന്റനൻസ് ട്രൈബ്യൂണലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നിയമ സംവിധാനമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അല്ല, ഇതിനകത്ത് അപ്പീലുണ്ട്. അപ്പീൽ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിക്കാണ് നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അപ്പീൽ എന്ന് പറയുന്നത് ഹർജി കക്ഷിക്ക് ആരാണോ പരാതി കൊടുക്കുന്നത് അയാൾക്ക് മാത്രമേ അപ്പീലുള്ളൂ. എതിർകക്ഷികൾക്ക് ഈ നിയമപ്രകാരം അപ്പീലിന് അവകാശമില്ല. ബോണിക്ക് ഞാൻ പറയുന്നത് അതായത് എതിർകക്ഷികൾക്ക്, പരാതിക്കാരന് മാത്രമേ ഇതിനകത്ത് അപ്പീൽ സാധ്യതയുള്ളൂ, എതിർകക്ഷികൾക്ക് അപ്പീലില്ല. അപ്പൊ അതിനെന്താണ് രഞ്ജിത്ത് ഒരു പ്രധാന മാർഗം? എതിർകക്ഷികൾക്ക് ട്രൈബ്യൂണൽ ഇടുന്ന ഓർഡറിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ 226, 227 വകുപ്പുകൾ റിട്ട് ജൂറിസ്ഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർകക്ഷികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് അതിനൊരു പരിഹാര മാർഗമായിട്ട് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്. അപ്പോൾ ഞാൻ വേറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഓൾഡ് ഏജ് ഹോമുണ്ട് അല്ലേ, പറഞ്ഞ കണക്ക് പ്രായം ചെന്നവരെ കെയർ ചെയ്യുന്ന ഹോംസ് ധാരാളം ഇപ്പോൾ വരുന്നുണ്ട്. സ്വകാര്യമായിട്ടുള്ള, എനിക്ക് സർക്കാർ കീഴിലുള്ളതുമായിട്ടുള്ള ഹോംസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇതെന്താ പറയുക, ഇവരുടെ മാനസികമായിട്ടുള്ള പരിഗണന ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിക്രമങ്ങൾ ഫിസിക്കൽ ആയിട്ട് മെന്റലി ഒക്കെ അബ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്.
അങ്ങനെയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും അത് പരിശോധിക്കാനായിട്ടൊക്കെ ഉള്ള സമിതികളുണ്ടോ? അല്ലെങ്കിൽ അത് എങ്ങനെ ഇതൊക്കെ മനസ്സിലാകും? ചിലപ്പോൾ അവർ കിടപ്പ് രോഗികളായിരിക്കും, അവർക്ക് പരാതിപ്പെടാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ്? നമ്മുടെ കൊല്ലം ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഓൾഡ് ഏജ് ഹോം അഞ്ചാലമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് ഓൾഡ് ഏജ് ഹോം ഇഞ്ചോളം. പിന്നീട് സ്വകാര്യ നിലയ്ക്ക് ഗാന്ധി ഭവൻ, ആശ്രയ, അതേപോലെ വലിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഓൾഡ് ഏജ് ഹോമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം അഫിലിയേഷൻ, അംഗീകാരം OCB ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളാണ് കൂടുതൽ. അതില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ നിയമപരമായിട്ട് അങ്ങനെ പ്രവർത്തിച്ചുകൂടാ. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അധികാരമുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഗവൺമെന്റ് ഇടപെടലുണ്ട്. ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും അതിക്രമങ്ങളോ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. നിരന്തരം പരിശോധനയും ഓഡിറ്റ് കണക്ക് എല്ലാം ഉള്ളൊരു വർഷം തോറും ഒരു പരിശോധന നടത്താറുണ്ട്. എന്തെങ്കിലും അത് ഓൾഡ് ഏജ് വൃദ്ധസദനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചൂഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപ്രകാരം ചൂഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് തന്നെ റദ്ദാക്കി ആ സ്ഥാപനം ക്ലോസ് ചെയ്യാനുള്ള അവകാശവും അതിന് നിർദ്ദേശം കൊടുക്കാനുള്ള അവകാശവും ഈ ട്രൈബ്യൂണലിനും ഈ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ജില്ലാ അപ്പലേറ്റ് അതോറിറ്റിക്കും ഉണ്ട്. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്. വീഡിയോസ് അതിനോടൊപ്പം തന്നെ അതിന് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. രണ്ട് രീതിയിലുള്ള പരിഹാരം നമുക്ക് അതിനകത്ത് ലഭിക്കും. അപ്പോൾ നമുക്കൊരു കോൾ എത്തിയിരിക്കുകയാണ്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം. ഹലോ സാറേ, നമസ്കാരം. ഞാൻ പത്തനംതിട്ട സാറിന്റെ കേശവൻ ചേട്ടനാ. കേശവൻ ചേട്ടൻ, പറഞ്ഞോളൂ ചേട്ടാ, ചോദിച്ചോളൂ, എന്താണ് പറയാനുള്ളത്? എനിക്ക് വക്കീൽ സാറേ നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. സാറേ, എനിക്ക് ഒരു സങ്കടമാണ് പറയാനുള്ളത്. പറഞ്ഞോളൂ. ഞാന് 2019 ജാനുവരിയില് മുതല് ഞാൻ ഈ ശ്വാസകോശം സംബന്ധിച്ച് ഉള്ള രോഗത്തിന് ഞാന് ഈ ഗവൺമെന്റ് ഡോക്ടർ എനിക്ക് ഫോറാക്കോട്ട് എന്നൊരു ക്യാപ്സ്യൂള് അത് റോട്ടോഹേലറിനകത്ത് ഇൻഹേലറിനകത്ത് അത് ഓപ്പൺ ചെയ്ത് വലിക്കണം സാറേ, പൗഡറാ അത്. നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയില് ഒരു ഹോസ്പിറ്റലിലും ഇതുവരെ എനിക്ക് ആ മരുന്ന് കിട്ടിയിട്ടില്ല. ഒരു മാസം എനിക്ക് ഏതാണ്ട് 7,000 8,000 പിന്നെ 700 രൂപയോളം എനിക്ക് ഇതിന് ചെലവുണ്ട്. ഒരാഴ്ചത്തേക്ക് തന്നെ 210 രൂപ. അപ്പൊ ഇങ്ങനെ ഈ 5 വർഷം, ഇത് 6ാം വർഷം, ഒരു 50,000 രൂപയുടെ മരുന്ന് ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചു വലിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു ആശുപത്രിയിൽ നിന്ന് ഇത് കിട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ശ്വാസതടസ്സം ഉണ്ടായി. എനിക്ക് അങ്ങ് ഭയങ്കര ഞാൻ മക്കള് അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ICUലൊക്കെ കിടന്ന് 6-7 ദിവസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വിട്ടു പോരാൻ നേരത്തെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറും പറഞ്ഞു ഈ ഫൊറാക്കോട്ട് ഒരു ആശുപത്രി ഇനിയും കിട്ടത്തില്ല എന്ന് പറയും. അപ്പൊ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഡോക്ടർ വന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടിന്യൂ ആയിട്ട് ഇത് മരുന്ന് ഉപയോഗിക്കണമെന്നാണ്. അങ്ങനെ ഞാൻ ഈ മരുന്ന് ഉപയോഗിക്കുന്നതാണ് സാറേ ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ച് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കും, ബില്ലൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ ഒരു ബില്ലും ഞാൻ സൂക്ഷിച്ചിട്ടില്ല. പക്ഷെ എന്നെ പോലെ ആയിരങ്ങൾ ഈ രാജ്യത്തുണ്ട്. അപ്പൊ ഈ മരുന്ന് നമുക്ക് ലഭ്യമാകാൻ ഞാൻ എന്താണ് സാറേ ചെയ്യേണ്ടത്? എനിക്ക് എല്ലാ വയോജനങ്ങൾക്കും ഇത് കിട്ടത്തക്ക രീതിയിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അമ്മയുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ കേരള സർക്കാർ ഗവൺമെന്റ് ജില്ലാ സാമൂഹ്യനീതി പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ വയോമധുരം, വയോമിത്രം, അങ്ങനെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് അമ്മയ്ക്ക് ഇപ്പൊ മരുന്ന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്റെ പേര് കേശവൻ, 76. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞില്ല. എന്റെ പേര് കേശവൻ, 76 വയസ്സായി. എന്റെ മക്കൾ എനിക്ക് ഭക്ഷണം തരും. അവര് നിർദ്ധന, അവർക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല. അവരെന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് അവർക്ക് കുടുംബമുണ്ട്, അവരുടെ കുട്ടികളെ വളർത്തണം. അപ്പൊ എന്റെ പെൻഷൻ എനിക്ക് ആകെയുള്ള വരുമാനം എന്ന് പറഞ്ഞ എനിക്കൊരു മാസം 1,600 രൂപയാണ് ഒരു മന്ത്ലി എന്റെ വരുമാനം. പക്ഷെ അത് തന്നെ ഈ മരുന്നിന് തന്നെ 1000 രൂപ പിന്നെ എനിക്ക് ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ല എന്റെ വരുമാനം കൊണ്ട്. പിന്നെ മക്കളുടെ ഔദ്യോഗിക ജീവൻ നിലനിർത്തുക സാറേ. അപ്പൊ പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക വയോമിത്രം, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം എന്ന് പറഞ്ഞ പദ്ധതി വഴി മരുന്നുകൾ എത്തിച്ചേരുന്ന ഒരു സമ്പ്രദായമുണ്ട്. നിരവധി പദ്ധതികളുണ്ട്. വയോരക്ഷ,
ഈ സമൂഹത്തിൽ ഈ ഒറ്റപ്പെട്ട് ഇത് ഇത്തരത്തില് ചികിത്സാ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന വയോധികരെ സംരക്ഷിക്കുന്നതിന് വയോരക്ഷ ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട്. ഇവിടെ അന്വേഷിക്കേണ്ടത് കളക്ടറേറ്റ് ആണ് അന്വേഷിക്കേണ്ടത്. പത്തനംതിട്ടയെന്നല്ലേ വിളിക്കുന്നത്? പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. കളക്ടറേറ്റിലാണ്. സാറേ വലിയ ഉപകാരം സാറേ. ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. വിശദാംശങ്ങൾ ഓഫീസിൽ നിന്ന് പറയുന്നു. കളക്ടറേറ്റിലാണോ സാറേ? അവിടെ കളക്ടറേറ്റിൽ അന്വേഷിച്ചാൽ മതി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് തിരക്കുക. അവിടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ അമ്മ വേണ്ട രീതിയിൽ സഹായിക്കുന്നതാണ്. ആണ് സാറേ, വലിയ ഉപകാരം സാറേ. ശരി സാർ. ബോണി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ ചികിത്സയും ആശുപത്രിയും ഒക്കെ പറഞ്ഞപ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, ജനറൽ ഹോസ്പിറ്റൽ എല്ലായിടവും ഭയങ്കര തിരക്കാണ് ഏത് സമയത്ത്. അവിടെയൊക്കെ പ്രത്യേകം ക്യൂ ഈ വയോജനങ്ങൾക്ക്, പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഏർപ്പെടുത്തണം എന്ന് നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ അതുണ്ടോ എന്ന് ചോദിച്ചാൽ പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ പോയി ചോദിക്കും അതുണ്ടോ എന്ന്. അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ്, അവർക്ക് പ്രത്യേകം ക്യൂ ഏർപ്പെടുത്തണം. ബസ്സിൽ സഞ്ചരിക്കുന്ന പ്രായമായ ആളുകൾക്ക് അവർക്ക് പ്രത്യേക സീറ്റ് റിസർവേഷൻ, ഇതൊക്കെ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളോട്ട് വരികയായിരുന്നു. ഈ പറഞ്ഞ നമ്മൾ ഒരു ബാങ്കിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ ഈ വയോധികർ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് അവരെ അവഗണനയോ പീഡനമോ ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രശ്നം വരുമ്പോൾ അത് എവിടെ പരാതിപ്പെടണം? ബോണി, അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും കൃത്യമായ അവയർനെസ് ഈ മെയിന്റനൻസ് ട്രൈബ്യൂണലിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മെയിന്റനൻസ് ട്രൈബ്യൂണലിന്റെ ക്ലാസുകൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഈ നിയമത്തിനെ കുറിച്ച് വില്ലേജ് ഓഫീസർമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ അങ്ങനെ തരംതിരിച്ച്, രഞ്ജിത്തൊക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ തരംതിരിച്ച് വില്ലേജ് ഓഫീസർമാർക്ക്, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, അങ്ങനെ പല തട്ടിലുള്ള ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അവയർനെസ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും പല സർക്കാർ ഓഫീസുകളിൽ നിന്ന് അത് വയോജനങ്ങൾക്ക് മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. പൊതുവിൽ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ചും ദുർബലരായതുകൊണ്ട് ഈ ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന നൽകേണ്ടുന്നത് ആവശ്യമാണ്. അതിനനുസരിച്ചുള്ള നിയമങ്ങൾ, അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കൂടുതൽ ക്രിയാത്മകമായി ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് അതിനെ സംബന്ധിച്ച്. പലപ്പോഴും ഇവർക്ക് ചിലപ്പോൾ കാലിന് പ്രശ്നം അല്ലെങ്കിൽ ശേഷിക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ബസ്സിൽ കയറാനുള്ള അല്ലെ അവർക്ക് പ്രത്യേക പരിഗണന എല്ലായിടത്തും ലഭിക്കേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ നിയമം ഉണ്ടെങ്കിലും പലപ്പോഴും അത് കാണാറില്ല. അതെ, അതിന്റെ പ്രയോജനം അതിന്റെ ആളുകൾക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനെക്കുറിച്ച് നമ്മുടെ പൊതുസമൂഹം കൂടുതൽ വിജിലന്റായി കാര്യങ്ങൾ മനസ്സിലാക്കി, പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ ഉത്തരവാദിത്വമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി കൂടുതൽ ആക്റ്റീവായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള നിയമങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മൾ ഇനി അടുത്തൊരു പ്രശ്നം പറഞ്ഞാൽ ഈ ഇപ്പോൾ അംഗവൈകല്യം വന്ന മക്കളുണ്ടായിരിക്കാം പലർക്കും പ്രായം ചെന്ന്, അവർക്കൊരു വലിയൊരു കൺസേൺ ആയിരിക്കും അത്, അല്ലെ? അവരൊരു വലിയ ദുഃഖമായിരിക്കും ഇവര് ബുദ്ധിമാന്ദ്യം ഉള്ള കുട്ടികൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അവരുടെ അടുത്ത് ഇനി ആര് അവരെ സംരക്ഷിക്കും എന്നുള്ളത് വളരെയേറെ ഉത്കണ്ഠ ചെലുത്തുന്ന ഒരു പ്രശ്നമായിരിക്കാം, അല്ലെ? അത് ഈ പ്രായം ചെന്നവരെ അലട്ടുന്ന വലിയ പ്രശ്നം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരെയാണ് സമീപിക്കേണ്ടത് ഇതിനകത്ത് ഒരു പരിഹാരം നിർദ്ദേശിക്കാനായിട്ട്? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ബന്ധപ്പെടാം. വയോജനങ്ങള്, ഭിന്നശേഷിക്കാര്, ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങനെ 3 വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ക്ഷേമം ഉറപ്പാക്കുന്നതാണ് സാമൂഹ്യനീതി വകുപ്പ്. ബോണി പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ബുദ്ധിമാന്ദ്യം, ഓട്ടിസം കണക്കുള്ള അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇനിയിപ്പോ അവരുടെ കാലശേഷം ആരായിരിക്കും? പ്രായമാകുമ്പോഴത്തേക്ക് അവർക്ക് ഈ മക്കളുടെ ഭാവി ഉദ്ദേശിച്ച് അവർ ആകുലപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാവും. സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ സംരക്ഷണം സാമൂഹ്യ വകുപ്പ് ഉറപ്പാക്കും. അത് അവർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ക്ഷേമ സ്ഥാപനങ്ങളുണ്ട്. ഈ ഓട്ടിസം അദ്ദേഹത്തിനുള്ള മാനസിക വൈകല്യങ്ങൾ അവരെ സംരക്ഷിക്കുന്നുണ്ട് പ്രത്യേക സ്ഥാപനങ്ങളുണ്ട്. മാനസിക ദുർബലമായിട്ടുള്ള അവരിലേക്ക് ആ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ ഉൾപ്പെടുന്ന നടപടി, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികളും സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിടപ്പ് രോഗികൾ, അല്ലെ? നമ്മളെ ഇപ്പൊ പ്രായം ചെന്ന് പൂർണ്ണമായിട്ട് കിടപ്പിലായ രോഗികൾ, അവരും ഈ പറഞ്ഞ കണക്ക് ഈ പരാതി ഒന്നും പെടാതെ ഇങ്ങനെ വീടുകളിൽ നിശബ്ദമായിട്ട് സഹിച്ചു കിടക്കുന്നു. പലപ്പോഴും മരുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനും ഇവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടോ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഈ ഡിപ്പാർട്ട്മെന്റിന്? നമുക്ക് പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഓൾറെഡി ഉണ്ട്. പിന്നീട്
പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. ഇപ്പം വയോരക്ഷ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതായത് എനിക്ക് ആ പദ്ധതികളൊക്കെ ഒന്ന് ചെറിയൊരു ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേൾക്കുന്നവർക്ക് അതൊരു ഗുണമായിരിക്കും. ഇപ്പൊ ഇവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമല്ലോ. നമുക്ക് സമൂഹത്തിൽ ഈ പറഞ്ഞ ഈ ചികിത്സ, അതേപോലെ അപകടപരമായിട്ടുള്ള ചികിത്സ, അതേപോലെ മരുന്ന് എത്തിക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് അടിയന്തരമായിട്ട് ചികിത്സ സഹായം അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള സഹായം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് വയോരക്ഷ എന്ന് പറഞ്ഞ പദ്ധതി. അതിൽ 25,000 രൂപ വരെയുള്ള ചികിത്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പം അത് ജില്ലാ സാമൂഹിക ഓഫീസിൽ നമുക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. അതേപോലെ പ്രമേഹ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോമീറ്റർ വിതരണ പദ്ധതിയാണ് വയോമധുരം എന്ന് പറഞ്ഞ പദ്ധതി. പിന്നീട് സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി മരുന്നുകളൊക്കെ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് വയോമിത്രം. പിന്നീട് നമ്മുടെ ഈ നിയമപരമായിട്ടുള്ള വയോജനങ്ങളായിരുന്ന പരാതികൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മെയിന്റനൻസ് ട്രിബ്യൂണൽ, ഇതെല്ലാം ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അത് എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക്, പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള വകുപ്പുകളുണ്ട്, അതിങ്ങനെയുള്ള സഹായങ്ങൾ ലഭിക്കും, പലർക്കും അറിയില്ല. അപ്പൊ അത് നമ്മളത് വളരെ അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ആക്ടിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഈ ആക്ടിന്റെ വിവിധ സാധ്യതകളെ കുറിച്ച് സോഷ്യൽ മീഡിയാസ്, അതേപോലെ തന്നെ റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, ക്യാമ്പയിനുകളിലൂടെ പരമാവധി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനും ഈ ആക്ടിനകത്ത് നിർദ്ദേശിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ബോണി, അത് അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചാൽ. അത് ആക്ടിനകത്ത് നമ്മൾ പലപ്പോഴും ഈ അത് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. പലപ്പോഴും തെരുവുകളിൽ അടുത്ത സമയത്തുണ്ടായ ഏറ്റവും രസകരമെന്ന് പറയാൻ പറ്റില്ല, വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു മകൻ അമ്മയെ വളരെ നന്നായി ഒരുക്കി ഓട്ടോയ്ക്കകത്ത് കയറ്റി ഒരു പാർക്കിന്റെ മൂലയിൽ കൊണ്ടിരുത്തിയിട്ട് മകൻ പൊക്കളഞ്ഞു. അമ്മ ഒറ്റപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു ദിവസത്തോളം അവിടെ ഇരുന്നു. അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ, അതെ, അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അത് വളരെ ഗൗരവമായി കാണേണ്ടുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ അടുത്ത സമയത്തുണ്ടായ മക്കള് അമ്മയെയും അച്ഛനെയും അല്ലെങ്കിൽ അവരുടെ സംരക്ഷണയിൽ കഴിയുന്ന മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിക്കുക. ഒന്നുകിൽ അവരെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപേക്ഷിക്കുക, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവർ മാറിപ്പോവുക. രണ്ടും ഉപേക്ഷ തന്നെ. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതുപോലെ പ്രകാരം ഉപേക്ഷിക്കുന്ന മക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുവിന് 3 മാസം വരെ തടവും 5,000 രൂപ വരെ പിഴയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വളരെ ഈ നിയമത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾ, അവരുടെ വേദന. അതിനകത്ത് യഥാർത്ഥത്തിൽ ഈ ശിക്ഷ എന്നുള്ളതിനപ്പുറത്തേക്ക് മാനസികമായ എത്രയോ ഒരു വലിയ തലം അതിനുണ്ട്. അവരെയൊക്കെ ജീവിതത്തിന്റെ നല്ല കാലഘട്ടത്തിൽ കൂടെ നിർത്തി സംരക്ഷിച്ചു കൊണ്ടുവന്ന അച്ഛനെയും അമ്മയും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോവുക എന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ വകുപ്പിൽ ഈ പറഞ്ഞിരിക്കുന്ന ശിക്ഷയൊന്നും ഇതിന് പര്യാപ്തമായ ശിക്ഷ അല്ല എന്നുള്ളതാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം. പിന്നെ നിയമ സംവിധാനത്തിനകത്ത് നിന്ന് മാത്രമല്ലേ നമുക്ക് സംസാരിക്കേണ്ടത്. അതെ, ഇതിനകത്ത് ഇങ്ങനെയുള്ള ഇപ്പൊ ഇതിനകത്ത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഈ മക്കൾക്ക് ഇവരെ പരിപാലിക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് സാമ്പത്തിക ശേഷിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ തൊഴിലില്ല, അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തികമായിട്ട് പല പരാതി ഇതിനെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ ഇവരുടെ സംരക്ഷണം സർക്കാർ തലത്തിൽ ഏറ്റെടുക്കാൻ ഇപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതിനകത്ത് സാമൂഹിക വകുപ്പിന്റെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവരിക, ഈ മക്കൾക്ക്, ഈ പറഞ്ഞ പ്രായമായിട്ട് ആൾക്കാരുടെ മക്കൾക്ക് അവരുടെ സംരക്ഷണം ഉറപ്പാനുള്ള സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ വകുപ്പ് മുഖാന്തരം ഇടപെട്ട് ഇവര് ഏതെങ്കിലും സ്ഥാപനങ്ങൾ മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു സഹായം അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഈ തെരുവിൽ തെരുവിൽ അവരെ കഷ്ടപ്പെടുത്തേണ്ട, മക്കളെ കഷ്ടപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ് തെരുവിൽ അലയുന്നവരുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ സാമൂഹിക വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അവരെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടോ? ഇങ്ങനെ തെരുവിൽ അലയുന്നവരെ ശ്രദ്ധിക്കുകയും ട്രിബ്യൂണലുകളിലും സാമൂഹിക വകുപ്പും എത്തിക്കുക എന്നുള്ളതാണ്, അവരെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത്. വാർഡ് മെമ്പേഴ്സും പോലീസും ഒക്കെ ഉൾപ്പെട്ട സമൂഹത്തിന് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പലപ്പോഴും നടക്കുന്നത്. ഈ പകൽ വീട് അല്ലെങ്കിൽ വയോ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതും നമ്മുടെ ആക്ടിനകത്ത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വയോജനങ്ങൾക്ക് ഈ മാനസികമായിട്ടുള്ള ഉല്ലാസം ലഭിക്കുന്നത്. അതായത് ഇപ്പം വീട്ടിലെ ജോലിയുള്ള മക്കളാണെങ്കിൽ ഒരു ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ആരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സമയം കണ്ടെത്താനുള്ള അങ്ങനത്തെ ഉള്ള അവസ്ഥകളിൽ
അവരെ മാനസിക ഉല്ലാസം ഉറപ്പുണ്ട് ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് പകൽ വീട്. അപ്പൊ പകൽ വീട്ടിൽ ഇവർക്ക് നമ്മുടെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ അംഗൻവാടി സ്കൂളുകളിൽ പോകുന്ന പോലെ ഇവർക്ക് ഒരു സമയം 9 മണി തൊട്ട് 5 മണി വരെ അങ്ങനെ ഒരു ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പ്രായമായിട്ടുള്ള ആൾക്കാരെ ആ പകൽ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് ഇവരുടെ കാര്യങ്ങൾ ക്ഷേമകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കെയർ ഗീവറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ സംരക്ഷണം, അവരുടെ ക്ഷേമം, മാനസികപരമായിട്ടുള്ള ഉല്ലാസം, യോഗ, അതേപോലെ മറ്റ് മാനസിക ഉല്ലാസം ഉറപ്പാക്കുന്ന പലതരത്തിലുള്ള ഗെയിംസ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരുടെ ഒരു ദിവസം കടന്നു പോകാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പകൽ വീട്. വിദേശ രാജ്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള നമ്മുടെ ഇവിടെ എനിക്കൊന്നും അത്ര കോമൺ ആയില്ലെന്ന് തോന്നുന്നു. വളരെ ചുരുക്കമേ ഉള്ളൂ. കുറച്ച് സ്ഥലങ്ങളുണ്ട്. നല്ല പ്രവർത്തനമാണ്. അപ്പൊ അത് വ്യാപിക്കൂ, കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ രഞ്ജിത്തുമൊക്കെ പല സ്ഥലങ്ങളിലും ഈ ക്ലാസ്സുകൾ എടുക്കാനും മറ്റു പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ചില മക്കൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, അച്ഛൻ ആയ കാലത്ത് നല്ല മദ്യപാനിയായിരുന്നു, അച്ഛന്റെ ആരോഗ്യമുള്ള സമയത്ത് നല്ല മദ്യപാനിയായിരുന്നു, ആ സമയത്ത് ഞങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചു പോയി, പിന്നീട് അച്ഛനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. അതായത് അച്ഛന്റെ കണ്ടെത്താനായിട്ട് അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങളെ സംരക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷെ അച്ഛന്റെ ജീവിതാവസാന കാലഘട്ടത്തിൽ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾക്ക് അച്ഛനെ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് അച്ഛന്റെ നല്ല സമയത്ത് മക്കളെയോ ഭാര്യയോ സംരക്ഷിച്ചില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതാവസാന കാലഘട്ടത്തിൽ മക്കളുടെ സംരക്ഷണം ആവശ്യപ്പെടുന്നു. നിയമം വളരെ കൃത്യമാണ്, മക്കൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ. അപ്പൊ എനിക്കൊന്ന് അത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും, ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അതല്ലേ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണുമല്ലോ അച്ഛനല്ലേ, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അഡ്വക്കേറ്റ് MS രാജേഷും ശ്രീ രഞ്ജിത്ത് എസുമാണ്. അപ്പോൾ രണ്ടുപേർക്കും എനിക്കൊന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത് വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് വളരെ രസകരമായ ഒരു ചർച്ചയായിരുന്നു, വളരെ ആശയപരമായിട്ടും ഒക്കെ നല്ലൊരു ചർച്ചയായിരുന്നു. റേഡിയോ ബെൻസിയുടെ പേരിൽ നന്ദി പറയുകയാണ്. റേഡിയോ ബെൻസിഗറിന്റെ ഈ പരിപാടിയിൽ ബോണിയോടൊപ്പം പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. അതേപോലെ ഇന്നത്തെ ദിവസം വേൾഡ് എൽഡർലി അബ്യൂസ് ഡേയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രോഗ്രാം അതുമായിട്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ട് ഈ വർഷം? അങ്ങനെ എന്തെങ്കിലും പ്രത്യേക മെസ്സേജ് ഒന്നും വന്നിരുന്നില്ല? അങ്ങനെ ജൂൺ 15 എല്ലാ വർഷവും ഐക്യരാഷ്ട്രം ആചരിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിച്ച റേഡിയോ ബെൻസിയറിന് സാമൂഹ്യനീതി വകുപ്പിന്റെയും മെയിൻറ്റെനൻസ് ടൈമിൽ പുനലൂർ, കൊല്ലം എന്നിവരുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. നമസ്കാരം.